മറഞ്ഞിരുന്നുകൊണ്ട് ബാലിയെ അമ്പെയ്തു കൊന്നവൻ രാമൻ. ഇത് സുൽഫിയലിടത്തിന്റെ പുതിയ ചോദ്യമല്ല. ഈ ചോദ്യം ബാലി ചോദിക്കുന്നു. ബാലിയുടെ തലമടിയിൽ വെച്ചുകൊണ്ട് തടുകി തലോടിക്കൊണ്ട് രാമൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ എന്തിനു കൊന്നു ബാലി? നീ അനുജനുമായിട്ട് തല്ലുണ്ടാക്കിയത് കൊണ്ടോ അവനെ തല്ലിയത് കൊണ്ടോ അധികാരം പിടിച്ചതുകൊണ്ടോ ഒന്നുമല്ല. അനുജനെ തല്ലി ഓടിച്ചതിന് ശേഷം അനുജന്റെ ഭാര്യയായ രുക്മയുടെ സമ്മതമില്ലാതെ നീ അവളുടെ ശരീരത്തിൽ സ്പർശിച്ചു, പ്രാപിച്ചു, നീ അവളെ ബലാത്കാരേണ വിവാഹം ചെയ്തു. അതുകൊണ്ട് നീ മണ്ണാർഹനാണ്. 97,50,000 ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏക കൊച്ചു ജൂത രാഷ്ട്രം 26 കോടി വരുന്ന 19 ഇസ്ലാമിക രാജ്യങ്ങളെ എങ്ങനെ വരച്ച വരയിൽ നിർത്തുന്നു എന്നും, ഹമാസിന്റെ തലവനെ ഇറാഖിൽ പോയി കൊന്നിട്ട് ഹമാസിനെ മുച്ചൂടും നശിപ്പിച്ച് ഞങ്ങൾ ഇനി ആയുധം താഴെ വെക്കുമെന്ന് അവർ പറയുന്നത് അവരുടെ ഉള്ളിൽ രാമന്റെ കരുത്തുണ്ട് എന്നതുകൊണ്ടാണ്. ശാരദാദേവി, പ്രണമ്യ, മാതൃദേവത എന്ന് പറയുന്ന ഈ 16 സ്ത്രീരത്നങ്ങളെ കുറിച്ച് പഠിച്ചു വളർന്ന ഒരു കുട്ടിയും ലവ് ജിഹാദ് എന്ന ട്രാപ്പിൽ പെട്ടുപോകില്ല. അവർ തെറ്റായ പ്രണയത്തെ തിരഞ്ഞെടുക്കില്ല. കാരണം ടി വി തുറന്നാൽ കാണുന്നത് സരിതയും സ്വപ്നയും സരിതയുമാണ്. എന്ത് മാതൃകളാണ് ഇവർ നമുക്ക് നൽകുന്നത്. അധ്യക്ഷൻ, ഈ ഒരു മഹത്തായ രാമായണ സംഗമം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനായ സെൻകുമാർ സർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായ സ്നേഹനിധികളായ പ്രിയ കുടുംബാംഗങ്ങളെ ഏവർക്കും സാദരം. തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാമന്റെ അയനം. രാമന്റെ ജീവിതത്തിലൂടെ 7 കാണ്ഡങ്ങളിൽ 24,000 ശ്ലോകങ്ങളിൽ ആദികവി വാൽമീകി മഹർഷി രചിച്ച രാമായണത്തെ അധികരിച്ച് ലോകത്തിൽ 300-ൽ പരം രാമായണ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. ആനന്ദരാമായണവും അത്ഭുത രാമായണവും ഉത്തരഭാരതത്തിൽ തുളസി രാമായണവും. എന്നാൽ തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ചില കൂട്ടിച്ചേർക്കലുകളും വെട്ടിനിരത്തലുകളും ഉണ്ടായിട്ട് 6 കാണ്ഡങ്ങൾ മാത്രമുള്ള ഒരു രാമായണം, അതാണ് കമ്പരാമായണം. ഈ കമ്പരാമായണത്തിൽ ചെറിയൊരു കുഴപ്പമുള്ളത്, രാവണന്റെ പുത്രിയായിട്ട് സീതയെ പറയുന്നു. അതിനെ അധികരിച്ച് വയലാർ രാമവർമ്മ അതിമനോഹരമെങ്കിലും ഹിന്ദു വിരുദ്ധമായ കവിതയും എഴുതിയിട്ടുണ്ട്. രാമന്റെ ബാണമേറ്റ് ആ ബാണം വലിച്ചെടുക്കിയിടവേ കണ്ണു നിറഞ്ഞുപോയി രാവണൻ ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണ് മൈഥിലി. പെറ്റുവീണപ്പോഴേ തന്മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കി ജലതിയിൽ തന്റെ മനസ്സിൻ കയങ്ങളിൽ പൊങ്ങിയും ആ പൈതലെങ്ങോ മറഞ്ഞുപോയി എന്ന് രാവണന്റെ പുത്രിയായിട്ട് സീതയെ അവതരിപ്പിക്കുവാൻ കമ്പന് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടും കൈവെട്ടുക കാലുവെട്ടുക എന്ന കലാപരിപാടി നമുക്കില്ലാത്തത് കൊണ്ടും യുക്തിയുക്തമുപാദേയം വചനം ബാലകാദപി അന്യതൃണമിവത്യാജ്യം അപ്യുക്തം പത്മജന്മന. ഒരു ഹിന്ദു ആരായിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞ ശ്ലോകമാണിത്. യുക്തിഭദ്രമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം, യുക്തിരഹിതമായത് സാക്ഷാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ പോലും പുല്ലുപോലെ വലിച്ചെറിയണം എന്ന് പറയുന്ന ആശയത്തിന്റെ നിറകുടമായ തള്ളുവാനും കൊള്ളുവാനും സ്വാതന്ത്ര്യമുള്ള ആ ഹിന്ദുവിനെ ഒരു കാരണവശാലും നശിപ്പിക്കുവാൻ ഒരു ചിത്രശക്തികൾക്കും കഴിയില്ല. ഹിന്ദുവിന്റെ ആശയങ്ങളെ ഉപയോഗിച്ച് ഹിന്ദുവിനിട്ട് ഒരുപാട് പണികൾ തന്നുകൊണ്ടിരിക്കുന്ന സുനിൽ പി ഗണത്തിന് നാളെ രാമായണത്തിന് വ്യാഖ്യാനം രചിക്കാം. ശൂർപ്പണഖ എന്റെ പെങ്ങളാണ് എന്ന് അയാൾ അവകാശപ്പെട്ടാൽ നമുക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു വന്നത്, രാമായണത്തെ വ്യാഖ്യാനിക്കുവാനും നിർവ്യാഖ്യാനം ചെയ്യുവാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ലോകത്തിലെ ഏതൊരു വിഷയം വരുമ്പോഴും അടിസ്ഥാന മൂലഗ്രന്ഥത്തിൽ എന്തു പറഞ്ഞു എന്നതായിരിക്കണം നമ്മുടെ ചോദ്യം. ആദികവിയായ വാൽമീകി മഹർഷി ശംഭുകനെ കൊന്നത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിനോട് യെസ് പറയാം. ആദികവി പറയാത്ത കാര്യങ്ങൾ നമുക്ക് പുരാണങ്ങൾ ധാരാളമാണ്. അതിൽ ഭവിഷ്യപുരാണം എന്ന് പറയുന്ന ഒരു പുരാണമുണ്ട്. ആ ഭവിഷ്യപുരാണത്തിന്റെ 10ാമത്തെ സർഗത്തിൽ ഒരു ശ്ലോകം അക്ബറിന്റെ കാലത്ത് കൂട്ടിച്ചേർത്തു. ലിംഗച്ഛേദൻ മുണ്ടിതകേശൻ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകപ്രകാരം പറയുന്നു, 2000 വർഷം കഴിഞ്ഞാൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു പുതിയ ആൾ വരും. അദ്ദേഹം ലിംഗത്തിന്റെ അഗ്രം ഛേദിച്ചവനായിരിക്കും, മാംസാഹാരം ഭക്ഷിക്കുന്നവനായിരിക്കും, പന്നിമാംസം കഴിക്കാത്തവനായിരിക്കും, തലമുടി വടിച്ചവനായിരിക്കും. അത് ഞങ്ങളുടെ നബിയാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞപ്പോൾ ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഖുറാനും കൊണ്ട് ഉപേക്ഷിച്ചോളൂ, ഭവിഷ്യപുരാണം എടുത്തോളൂ. 2000 വർഷം മുമ്പ് ഇങ്ങനെ പറയുവാൻ കഴിവുള്ള സ്വാമിമാർ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് നിങ്ങൾ അതിനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അനുകൂലവും പ്രതികൂലവുമായ ധാരാളം കാര്യങ്ങളിലൂടെ എന്നും കടന്നു വന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അതിനെല്ലാം അതിജീവിച്ചവരുമാണ്. എന്തിന് രാമായണം വായിച്ചിട്ട് എന്ത് കാര്യം, PSCക്ക് ചോദ്യം വരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് 1982 സ്വർഗീയ പരമേശ്വരയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് വെച്ച് രാമായണ മഹാസംഗമത്തെ ആചരിക്കുവാൻ വിശാല ഹിന്ദു സമ്മേളനം വിളിച്ചു ചേർത്തു. കർക്കിടകത്തെ പഞ്ഞ കർക്കിടകം, കള്ളക്കർക്കിടകം എന്നൊക്കെ ജനങ്ങൾ ചുമ്മാ വിളിച്ചു. നമ്മൾ ടിക്കറ്റ് എടുക്കാതെ തീവണ്ടിയിൽ കയറിയിട്ട് വണ്ടിക്കൊരു പേര് കൊടുക്കും, കള്ളവണ്ടി എന്ന്. നമ്മളാണ് ടിക്കറ്റ് എടുക്കാത്തത്.
ഇതുപോലെ കർക്കിടകത്തിന് യാതൊരു കുഴപ്പമില്ല, എന്നാൽ ജനങ്ങൾ കർക്കിടകത്തെ കള്ളക്കർക്കിടകം, പഞ്ഞക്കർക്കിടകം എന്നൊക്കെ പറഞ്ഞപ്പോൾ കർക്കിടകം രാമായണ മാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുക്കൾ വീണ്ടും തെറ്റിദ്ധരിച്ചു. കർക്കിടകത്തിലേ ഇത് വായിക്കാൻ പാടുള്ളൂ. പക്ഷേ നമ്മളോട് ആചാര്യന്മാർക്ക് പറയേണ്ടി വന്നതാണ്, പ്ലീസ് കർക്കിടകത്തിലെങ്കിലും ഇതൊന്ന് വായിക്കൂ എന്ന്. അങ്ങനെ കർക്കിടകം രാമായണ മാസമായിട്ട് വിശാല ഹിന്ദു സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ ഹിന്ദുക്കൾ പതുക്കെ ഏറ്റെടുത്തു. വീടുകളും ക്ഷേത്രങ്ങളും സത്സംഗങ്ങളിലൂടെ ഹിന്ദുക്കൾ രാമായണം വായിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിശ്വാസികളാണോ അത്രയേറെ അന്ധവിശ്വാസികളുമാണ് എന്ന് നമുക്കിട്ട് പണി തരുന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഇതിൽ 6ാമത്തെ കാണ്ഡമായ യുദ്ധകാന്ഡം വായിക്കരുത്, വീട്ടിൽ യുദ്ധം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു കാണ്ഡം ഒഴിവാക്കി. പിന്നീട് പറഞ്ഞു 7ാമത്തെ കാണ്ഡം ഉത്തരകാണ്ഡം വായിക്കരുത്, വീട്ടിൽ വളരെ സങ്കടമുണ്ടാവും. ശരിയാണ്, സീതയെ പരിത്യജിക്കുന്നത് അവിടെയാണ്. അങ്ങനെയെങ്കിൽ ബാക്കി 5 കാണ്ഡമുണ്ടല്ലോ, അതെങ്കിലും വായിക്കാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് അടുത്ത നമ്പർ, നിങ്ങൾ സായം സന്ധ്യയിൽ വായിക്കരുത്, ഹനുമാൻ സ്വാമി പിണങ്ങും. പിന്നെ നമ്മൾ ഹിന്ദുക്കൾ വിശാല ചിന്താഗതിക്കാർ ആയതുകൊണ്ട് എന്തിനാണ് ഹനുമാൻ സ്വാമിയെ പിണക്കുന്നത് എന്ന് കരുതി ഇത് നട്ടുച്ചയ്ക്ക് വായിക്കാൻ പറ്റുമോ? നോക്കൂ, നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ക്ഷുദ്രശക്തികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. യാഗം നടത്തുമ്പോൾ താടകയും പൂതനയും വരുമെന്ന് പറഞ്ഞതുപോലെ നന്മയുടെ കാര്യത്തിലേക്ക് നിങ്ങൾ നടക്കുമ്പോൾ സജ്ജനങ്ങളെ പിന്നിലേക്ക് വലിക്കുവാൻ മന്ദരമാർ പല രൂപത്തിലും ഭാവത്തിലും എല്ലാ കാലത്തും അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അയോധ്യാകാന്ഡം പ്രത്യേകിച്ച് പഠിക്കണം. മന്ദര എങ്ങനെയാണ് കൈകേയെ വഷളാക്കിയത് എന്ന് നമുക്ക് അയോധ്യാകാന്ഡം നമുക്ക് പറഞ്ഞു തരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഒത്തിരി വിഷമതകളിലൂടെ കടന്നു വന്ന ഒരു സമൂഹം ഈ രാമരാജ്യത്തിന്റെ 1ാം ഘട്ടം എന്ന രീതിയിൽ രാമന്റെ ക്ഷേത്രം 500 വർഷത്തെ നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ തിരിച്ചു കിട്ടിയ ഒരു സുവർണ കർക്കിടകം കൂടിയാണ് 1199 കർക്കിടകം എന്ന് പറയുവാൻ നമുക്ക് അഭിമാനമുണ്ടാകും. 1528 തകർക്കപ്പെട്ട ക്ഷേത്രം 496 വർഷങ്ങളിൽ 77 യുദ്ധത്തിൽ 3 ലക്ഷം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകി തിരിച്ചു പിടിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ ധർമ്മത്തിന് മറ്റൊരു പേരുണ്ട്, അതാണ് സനാതനം. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത് എന്നാണ്. BC 326 മാസിഡോണിയയിൽ നിന്നും അലക്സാണ്ടർ വന്നു. യവനന്മാരും ശാകന്മാരും ഹൂണന്മാരും കുശാനന്മാരും ഒരു 400 വർഷക്കാലം നമ്മെ തകർക്കുവാൻ പരിശ്രമിച്ചു, നടന്നില്ല. AD 711 മുഹമ്മദ് ബിൻ കാസിമിൽ തുടങ്ങി ഗസ്നിയും ഗോറിയും ഖിൽജിയും തുഗ്ലക്കും ബാബറും ഹുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തിയ 1000 വർഷത്തെ പടയോട്ടവും 700 വർഷക്കാലത്തെ മതഭ്രാന്തിന്റെ പടയോട്ടത്തിനിടയിൽ 40 ലക്ഷം ഹിന്ദുക്കൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു. അയോധ്യയും കാശിയും മധുരയും അടക്കം 3000 ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടു. 50,000-ൽ പരം ക്ഷേത്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടും 700 വർഷക്കാലത്തെ മതഭ്രാന്ത് കൊണ്ടും ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഡച്ചുകാര്, പോർച്ചുഗീസുകാര്, തുർക്കികൾ, അറബികൾ ഒടുവിൽ 47-ൽ രാഷ്ട്രത്തെ വിഭജിച്ച് ഭാരതമാതാവിന്റെ 1/3 ഭാഗം മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് മറഞ്ഞു. മഹത്തായ ഗാന്ധാരദേശം മറഞ്ഞു, മഹോദാര ബ്രഹ്മപ്രദേശം മുറിഞ്ഞറ്റു വീണു. മനോരമ്യലങ്ക മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്ക എന്ന് കവി വേദനയോടുകൂടി പാടിയ ഗാന്ധാരവും പാഞ്ചാലവും ബംഗാളവും ബ്രഹ്മപ്രദേശവും എല്ലാം വിട്ടുപോയിട്ടും 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ ഭാരതമാതാവ് 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ ചുരുങ്ങിയിട്ടും ഇന്നും ഈ ഭൂമിയിൽ ഭാരതത്തിൽ 110 കോടി അഭിമാനമുള്ള ഹിന്ദുക്കൾ ജീവിച്ചിരിക്കുന്നു എന്നത് ലോകത്തിൽ ഇതല്ലാതെ മറ്റത്ഭുതം എന്തുണ്ട്? ക്രിസ്തുമതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും പടയോട്ടം 27 കുരിശുയുദ്ധങ്ങളുടെ രൂപത്തിൽ വന്നപ്പോൾ എത്ര കോടി ആളുകൾ മരിച്ചുപോയി. ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടും ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷക്കാലത്തെ നിരന്തര വൈദേശിക ആക്രമണത്തിനും എന്റെ രാഷ്ട്രത്തിന് നിലനിൽക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പവിത്രമായ ധർമ്മത്തിന്റെ പേരാണ് സനാതനം. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയും, യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദ്ധാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴെല്ലാം ധർമ്മത്തിന് താഴ്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ, പരിത്രാണായ സാധൂനാം നല്ല ജനങ്ങളുടെ രക്ഷയ്ക്കും വിനാശായ ചതുഷ്കൃതാം ദുഷ്ടജനങ്ങളുടെ നാശത്തിനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തിന്റെ സംരക്ഷണത്തിനും ഞാൻ യുഗയുഗങ്ങളായിട്ട് അവതരിച്ചു കൊണ്ടേയിരിക്കും. ത്രേതായ മന്ത്രശക്തിശ്ച ജ്ഞാനശക്തികൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോ യുഗേ. ഞാൻ കൃതയുഗത്തിൽ സത്യയുഗത്തിൽ ഞാൻ അവതരിച്ചു. അത് സത്യത്തിന്റെ പേരിലായിരുന്നുവെങ്കിൽ, ത്രേതായുഗത്തിൽ മന്ത്രത്തിന്റെ പേരിലായിരുന്നുവെങ്കിൽ,
ദ്വാപര യുഗത്തിൽ ഞാൻ യുദ്ധത്തിന്റെ രൂപത്തിൽ ധർമ്മത്തെ സംരക്ഷിച്ചുവെങ്കിൽ ഇത് കലിയുഗം 5126 ഞാൻ സംഘടനാ രൂപത്തിൽ നമ്മുടെ കൂട്ടായ്മയുടെ രൂപത്തിൽ വന്നിട്ട് ഈ ധർമ്മത്തെ സംരക്ഷിക്കുമെന്ന് ഭഗവാൻ 5000 വർഷം മുമ്പ് പറഞ്ഞു എങ്കിൽ എൻ്റെ ഭാരതം ഇന്ന് ലോകത്തിൽ വലിപ്പത്തിൽ 7ാമതാണ്, ജനസംഖ്യയിൽ 1ാമതാണ്, സാമ്പത്തിക ശക്തിയിൽ 5ാമതാണ്. പ്രശ്നങ്ങളില്ലാത്ത കാലഘട്ടമില്ല, പ്രശ്നങ്ങൾ എല്ലാ കാലത്തുമുണ്ട്, പ്രശ്നങ്ങളെ ഭാരതം അതിജീവിച്ചിട്ടുമുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾക്ക് നടുവിൽ പെട്ടിട്ടും സത്യത്തെ ധർമ്മത്തെ ഉപേക്ഷിക്കാതെ സ്വന്തം ഭാര്യയെ തട്ടിക്കൊണ്ടുപോയിട്ട് ആ സഹധർമ്മിനെ സ്വന്തമാക്കുവാൻ വേണ്ടി പാലം കെട്ടി ലങ്കയിലേക്ക് ചെന്ന് അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14 വർഷം കാനനം തെരഞ്ഞെടുത്ത് 72 മിനിറ്റ് കൊണ്ട് 14,000 രാക്ഷസന്മാരെ കൊന്നു തള്ളി ഒടുവിൽ രാജധർമ്മത്തിന് വേണ്ടി പ്രിയ സഹധർമ്മിണിയെ കണ്ണീരോടുകൂടി കാട്ടിലേക്ക് അയച്ച് കാട്ടിൽ വെച്ച് ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുമ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയോധ്യയിൽ വസിച്ച ആ ശ്രീരാമചന്ദ്ര മഹാദേവന്റെ ജീവിതത്തിലൂടെ അല്പസമയം നമുക്ക് സഞ്ചരിക്കാം. രാമന്റെ അയനം, രാമായണം, രാമൻ രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ. ആരുടെ പേര് കേട്ടാലാണോ ഈ ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് ഈ കലിയുഗത്തിൽ നാം സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ രാമനെ കുറിച്ചുള്ള 24,000 ശ്ലോകങ്ങളിൽ ആദികവി വാൽമീകി മഹർഷി രചിച്ച രാമായണത്തിൽ 1ാമത്തെ കാണ്ഡം ബാലകാണ്ഡം. കോസല സാമ്രാജ്യം, അതിന്റെ തലസ്ഥാനം അയോധ്യ. അവിടെ ഒരു രാജാവ് ദശരഥൻ. അദ്ദേഹത്തിന് 3 ഭാര്യമാർ, കൗസല്യ, കൈകേയി, സുമിത്ര. വിവാഹം കഴിച്ചു അനേക വർഷങ്ങളായി, മക്കളില്ല. മക്കളില്ലാത്തത് നല്ല ദുഃഖമാണ്. എന്നാൽ മക്കളുള്ള ദുഃഖവുമുണ്ട്, മക്കളില്ലാത്ത ദുഃഖവുമുണ്ട്. ലാളനേത് പഞ്ചവർഷാണി ദശവർഷാണി ശിക്ഷയേത് ശേഷം സമഭാവന എന്ന് ആചാര്യന്മാർ പറയും. 5 വയസ്സുവരെ ലാളിച്ച് രാജകുമാരനെ പോലെ വളർത്തണം. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശിക്ഷണം നൽകി വളർത്തണം. ശേഷം സമഭാവന. 15 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അമ്മയായിരിക്കണം. 15 വയസ്സ് കഴിഞ്ഞ ഒരു ആൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അച്ഛനായിരിക്കണം എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മക്കൾ വളരണം. അങ്ങനെ മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് അദ്ദേഹം നായാട്ടിനായി കാട്ടിലേക്ക് പോയി. കാട്ടിൽ മൃഗത്തെ അദ്ദേഹത്തിന് കിട്ടിയില്ല. അവിടെ കിടന്നുറങ്ങി, മരത്തിന്റെ കൊമ്പിൽ കിടന്നുറങ്ങി. രാവിലെ ആന വെള്ളം കുടിക്കുന്ന ശബ്ദം, തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് ശബ്ദഭേദി ബാണമയച്ചു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം: കൺഫ്യൂഷൻ, കൺഫർമേഷൻ, ഡിസിഷൻ. കൺഫ്യൂഷൻ, ആശയക്കുഴപ്പങ്ങൾ. ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ കൺഫർമേഷൻ നിർബന്ധമാണ്. എന്നിട്ടാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ വെള്ളം കുടിക്കുന്നു ആന എന്ന് അദ്ദേഹത്തിന് കൺഫർമേഷൻ ചെയ്തു. പക്ഷെ അത് കുടത്തിലേക്ക് താപസകുമാരൻ വെള്ളം കയറ്റുന്ന ശബ്ദമായിരുന്നു. അത് അമ്പ് വിട്ടു മിനിറ്റുകൾക്കുള്ളിൽ അലർച്ച കേട്ടു. സെക്കൻഡുകൾക്കുള്ളിൽ അയ്യോ അമ്മേ എന്ന് അലർച്ച. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഇടനെഞ്ചിൽ തറച്ച അമ്പുമായിട്ട് പിടയുന്ന താപസകുമാരനെ കണ്ടു. തെറ്റുപറ്റിപ്പോയി. വാവിട്ട വാക്കും കൈവിട്ടായുധവും. തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യണം? കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേക്കണം. അത് വീട്ടിലാവട്ടെ നാട്ടിലാവട്ടെ, തെറ്റുകൾ മനുഷ്യ സഹജം. കുഴിയിൽ വീഴുന്നത് തെറ്റല്ല, വീണെടുത്ത് കിടക്കുന്നതാണ് തെറ്റ്. ഇന്ന് വീണ കുഴിയിൽ നാളെ വീഴുന്നത് വല്ലാത്തൊരു തെറ്റുമാണ്. രാജാവിന് തെറ്റുപറ്റിപ്പോയി, കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുവാനുള്ള മനസ്സും നമുക്കുണ്ടാവണം. താപസകുമാരൻ പറഞ്ഞു, അറിയാതെ പറ്റിയതാണല്ലോ മഹാരാജൻ, അങ്ങയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ എന്നെ മരിക്കുവാൻ അനുവദിക്കണം. നെഞ്ചിലാണ് അമ്പ് തറച്ചിരിക്കുന്നു. വലിച്ചൂരി പിടഞ്ഞ് പിടഞ്ഞ് ആ താപസകുമാരൻ രാജാവിന്റെ മുന്നിൽ മരിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ കടമകളെ മറക്കാതെ, മരിക്കുന്നതിന് തൊട്ടു മുമ്പും കടമകളെ മറന്നു പോകാത്ത താപസകുമാരൻ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും കണ്ണു കാണില്ല, അവർ ഈ കാട്ടിന്റെ ഉള്ളിലാണ്. എല്ലാ പ്രഭാതങ്ങളിലും ഒരു കുടം വെള്ളം ശേഖരിച്ച് ഞാൻ അവരുടെ ദാഹത്തെ അകറ്റുവാൻ വന്നിരുന്നു. ഇന്നും വന്നു. പക്ഷേ കുടത്തിലേക്ക് വെള്ളം കയറുമ്പോൾ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി, ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നതാണോ എന്ന്. ആയതിനാൽ ഈ കുടം വെള്ളം അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി ആ താപസകുമാരൻ മരിച്ചു വീണു. രാമായണം നമുക്ക് നൽകുന്ന സന്ദേശം കടമകളെ മറക്കാതിരിക്കുക. കടമകളുമുണ്ട് നമുക്ക്. മാതാപിതാക്കളോടും സമാജത്തോടും രാഷ്ട്രത്തോടും ധർമ്മത്തോടും സഹജീവികളോടും എല്ലാ പ്രാണികളോടും ചെയ്യേണ്ട 5 മഹായജ്ഞങ്ങളെ ഹിന്ദുക്കളെ പഠിപ്പിച്ചു ആചാര്യന്മാർ. പഞ്ചമഹായജ്ഞങ്ങൾ: ബ്രഹ്മയജ്ഞം പഠിപ്പിക്കുക, ദേവയജ്ഞം ദൈവിക കാര്യങ്ങൾ ഇടപെടുക, പിതൃയജ്ഞം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരോടുള്ള കടമകളെ നിർവഹിക്കുക, നരയജ്ഞം മനുഷ്യനോടുള്ള കടമയെ നിർവഹിക്കണം, ഭൂതയജ്ഞം സർവ്വജീവജാലങ്ങളോടുമുള്ള കടമയെ നിർവഹിക്കണം. അതുകൊണ്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. രാജാവ് കുടം വെള്ളവുമായിട്ട് അവിടത്തേക്ക് ചെന്നു. മകന്റെ കാൽപ്പെരുമാറ്റമെന്ന് തിരിച്ചറിഞ്ഞ ആ താപസൻ ചോദിച്ചു, ആരാണത്? ഞാൻ ദശരഥൻ. എൻ്റെ ഉണ്ണി എവിടെ? 5 മണിക്ക് സ്കൂൾ വിട്ട് വരേണ്ട കുട്ടി 5 മണിക്ക് വന്നില്ലെങ്കിൽ, 5:15 5:30 വന്നില്ലെങ്കിൽ അമ്മയുടെ ഉള്ളിൽ അച്ഛൻ്റെ ഉള്ളിൽ ആദി കയറും.
5:30 മണിക്ക് രാവിലെ വരേണ്ട മകൻ വന്നില്ല. മകനെ കാത്തു കിടക്കുന്ന അച്ഛന്റെ അമ്മയുടെ ഉള്ളിൽ ആദി കയറിയിരിക്കുന്നായിരുന്നു. എന്തു പറ്റിയ ഞങ്ങളുടെ ഉണ്ണിക്കെന്ന് ചോദിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മ ബോധം കെട്ട് വീണുപോയി. അമ്മയ്ക്ക് ബോധം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങളെ 2 പേരെയും ഞങ്ങളുടെ മകൻ മരിച്ചു കിടന്ന ആ നദീതീരത്തെത്തിക്കണം. കണ്ണു കാണാത്ത ഈ അച്ഛന്റെ അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് രാജാവ്, മഹാരാജൻ, അയോധ്യയുടെ അധിപൻ അവിടെ എത്തിച്ചു. അഗ്നി ഒരുക്കാൻ പറഞ്ഞു, ചിതയൊരുക്കാൻ പറഞ്ഞു, ആ ചിതയിലേക്ക് കെടുത്താൻ പറഞ്ഞു. ഈ താപസകുമാരനെ അവിടെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ പറഞ്ഞു. ആ കത്തിയാളുന്ന അഗ്നിയിലേക്ക് ഈ വൃദ്ധ താപസ ദമ്പതിമാർ ചാടി ആത്മാഹുതി നടത്തി. അതിനു മുമ്പ് അച്ഛൻ ഒരു ശാപം കൊടുത്തേച്ചു. ഏതൊരു മകനെ കുറിച്ചോർത്ത് ദുഃഖിച്ചാണോ ഞങ്ങൾ അഗ്നിപ്രവേശം ചെയ്യുന്നത്, അതുപോലെ ഒരു നാൾ ദശരഥ നീയും നിന്റെ മകനെ ഓർത്ത് ദുഃഖിച്ച് ഹൃദയം പൊട്ടി മരിക്കുമെന്നായിരുന്നു ആ ശാപം. പ്രിയമുള്ളവരെ, ശാപം ഫലിക്കുമോ? തീർച്ചയായിട്ടും. നമ്മളോടൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായരെ നമ്മൾ ദ്രോഹിച്ചാൽ, അതിന് നാം പ്രായശ്ചിത്ത കർമ്മം ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു നാൾ ശാപം നമ്മളെ തേടി വരും. അത് പല രൂപത്തിലും ഭാവത്തിലും ആയിരിക്കാം എന്നും മാത്രം. നമ്മുടെ കുട്ടി അമേരിക്കയിൽ പഠിക്കുകയാണ്. ക്ഷേത്രത്തിൽ നമ്മളൊരു പുഷ്പാഞ്ജലി കഴിച്ചു. ഫലിക്കുമോ? തീർച്ചയായിട്ടും. നന്മയുടെ ഒരു പ്രാർത്ഥന ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് ചെയ്താലും നാം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കുട്ടിക്ക് നല്ലത് വരണമേ എന്ന്. തീർച്ചയായിട്ടും അത് ഫലിച്ചിരിക്കും. രാജാവ് ദുഃഖിതനായി. അദ്ദേഹം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെൻഷൻ കുറക്കാൻ വേണ്ടി കാട്ടിൽ പോയ രാജാവ് ഒരു ലോഡ് ടെൻഷനുമായിട്ട് തിരിച്ച് കൊട്ടാരത്തിലെത്തി. ഗുരുനാഥൻ കാത്തിരിക്കുന്നു. വസിഷ്ഠ മുനി, എന്താണ് രാജാവ് ഇത്ര ടെൻഷൻ? എനിക്ക് ശാപം കിട്ടി. എന്തായിരുന്നു ശാപം? നീ പുത്രദുഃഖത്താൽ മരിക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഗുരുനാഥൻ ചിരിക്കുക. അപ്പൊ എനിക്ക് ശാപം കിട്ടിയിട്ട് അങ്ങ് ചിരിക്കുകയാണോ? നിനക്കിട്ട് ശാപം എന്താണെന്ന് ആലോചിക്കൂ. പുത്രദുഃഖത്താൽ മരിക്കുമെന്നാണ് ശാപം. അതായത് നിനക്ക് പുത്രൻ ഉണ്ടാകുമെന്ന കാര്യം തീരുമാനമായി. രാമായണം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശമാണ് വീഴ്ചകളെ അവസരങ്ങളാക്കുക. പരാജയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാവാം, പക്ഷെ ഒരു പരാജയവും ആത്യന്തികമായ പരാജയമല്ല. 10 പരാജയങ്ങളാവട്ടെ 11ാമത്തെ വിജയത്തിന്റെ 10 ചവിട്ടുപടികൾ എന്ന് പറയുന്നത് പോലെ ആത്യന്തികമായി ജയിച്ചവരില്ല, ആത്യന്തികമായി പരാജയപ്പെട്ടവരുമില്ല. ഗീതയിൽ ഭഗവാൻ പറയും, സുഖദുഃഖ സമയകൃത്വാ ലാഭൗ ജയാജയോ തഥാ യുദ്ധായ യുജ്ജസ്വ നൈവം പാപവാപ്സതി. സുഖദുഃഖ ലാഭനഷ്ട ജയപരാജയ സമ്മിശ്രമായ ജീവിതത്തെ ഒന്നായി കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യൂ അർജുന എന്ന് ഭഗവാൻ ഉത്ബോധിപ്പിക്കുന്നു. അവിടെയാണ് ഈ വീഴ്ചയെ അവസരങ്ങളാക്കുവാൻ പറയുന്നു വസിഷ്ഠൻ. അങ്ങനെ യാജ്ഞവൽക്യ ഋഷ്യശൃംഗ മഹർഷിയെ വരുത്തുന്നു. യാഗം നടത്തി. ഈ യാഗത്തിൽ നിന്ന് ദിവ്യമായ ഒരു ഔഷധക്കൂട്ട്, പായസം എന്നൊക്കെ നമ്മൾ പറയൂലേ, അത് ലഭിക്കുന്നു. അത് 1ാമത്തെ ഭാര്യ കൊടുത്തു. 1ാമത്തെ ഭാര്യ കൗസല്യാദേവിയാണ്. വേണമെങ്കിൽ മുഴുവനും കഴിക്കാം. കൗസല്യ കാൽഭാഗം മാത്രമേ കഴിച്ചുള്ളൂ. ഷെയറിങ് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തു അനുജന്റെ കയ്യിൽ. അവനത് പൊട്ടിച്ച് 4 പീസുകളാക്കി, ഒന്ന് ചേച്ചിക്കും ഒന്ന് അച്ഛനും ഒന്ന് അമ്മയ്ക്കും കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളണം, നാളെ 100 സെന്റിന്റെ പേരിലും ഈ കുട്ടികൾ തമ്മിലടിക്കില്ല. 1.5 സെന്റിന്റെ പേരിൽ തമ്മിലടിച്ച് കോടതികൾ കയറി ഇറങ്ങുന്ന നാട്ടിൽ ഷെയറിങ് പഠിപ്പിക്കേണ്ടത് നന്നേ ചെറുപ്പത്തിലാണ്. കൈകൈ നമ്മളെ ഷെയറിങ് പഠിപ്പിക്കുന്നു. കൗസല്യ കാൽഭാഗം കുടിച്ചു, കൈകൈ കൊടുത്തു. കൈകൈ എത്ര ഡീസന്റ് ആയിരുന്നു? ഡീസന്റ് ആകണമെങ്കിൽ ചില ആളുകളെ ജീവിതത്തിൽ കാണരുത്, ചില ആളുകളെ കാണണം. ചില ആളുകളെ കണ്ടാൽ നമ്മുടെ ജീവിതം ദുസ്സഹമാവും, ചില ആളുകളെ കണ്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമാവും. മന്ധരയെ കാണുന്നതിന് മുമ്പുള്ള കൈകൈ വളരെ വളരെ ഡീസന്റ് ആയിരുന്നു. കൈകൈ കാൽഭാഗം മാത്രം ഭക്ഷിച്ചു, പാതിക ഭക്ഷിച്ചു സുമിത്ര. യഥാകാലം 3 ഭാര്യമാരും ഗർഭം ധരിച്ചു. കൗസല്യാദേവി രാമനും കൈകേയി ഭരതനും ഇരട്ടഭാഗം കഴിച്ചതുകൊണ്ടോ എന്തോന്നറിയില്ല, സുമിത്രാദേവിക്ക് ഇരട്ട കുട്ടികൾ ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. ഒരു മകനെ ആഗ്രഹിച്ച രാജാവിന് 4 ആൺമക്കളെ കിട്ടി. മക്കൾക്ക് അസ്ത്രശസ്ത്ര വേദ പഠനം നൽകി മക്കളെ വളർത്തി. എന്താണ് അസ്ത്രശസ്ത്ര വേദ പഠനം? ആയുധങ്ങൾ ഉപയോഗിക്കുവാനുള്ള അറിവ്. എങ്ങനെയാണോ ഇസ്രായേലിൽ 5ാമത്തെ വയസ്സ് മുതൽ കുട്ടികൾ സൈനിക പരിശീലനം നേടുന്നത്, 97,50,000 ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏക കൊച്ചു ജൂത രാഷ്ട്രം 26 കോടി വരുന്ന 19 ഇസ്ലാമിക രാജ്യങ്ങളെ എങ്ങനെ വരച്ച വരയിൽ നിർത്തുന്നു എന്നും, ഹമാസിന്റെ തലവനെ ഇറാഖിൽ പോയി കൊന്നിട്ട് ഹമാസിനെ മുച്ചൂടും നശിപ്പിച്ച് ഞങ്ങൾ ഇനി ആയുധം താഴെ വെക്കുമെന്ന് അവർ പറയുന്നത് അവരുടെ ഉള്ളിൽ രാമന്റെ കരുത്തുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെ അസ്ത്രശസ്ത്ര വേദ പഠനം. വേദം എന്നാൽ അറിവ്. ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? വേദം. വേദം എന്ന വാക്കിന്റെ പേര് അർത്ഥം അറിവ് എന്നാണ്. വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം.
കൃഷ്ണദ്വൈപായനൻ, കൃഷ്ണൻ കറുത്ത വർണ്ണത്തോടൊത്തവൻ, ദ്വൈപായനൻ ദ്വീപിൽ ജനിച്ചവൻ, സത്യവതി എന്ന മുക്കുവ സ്ത്രീയുടെ മകൻ, അനാദിയായ ശ്രുതി എന്ന് വിളിച്ച ആ അറിവിനെ നാലായി പകുത്തു, ഗദ്യം പദ്യം ഗാനം എന്ന രൂപത്തിൽ. അതോടുകൂടി നമുക്ക് 4 വേദങ്ങളെയും കിട്ടി. വേദത്തെ വ്യസിച്ചവൻ വേദവ്യാസനുമായി, വ്യാസോച്ഛിഷ്ടം ജഗൽ സർവവുമായി, അദ്ദേഹം ജഗദ്ഗുരു വേദവ്യാസനുമായി. ആത്യന്തികമായ അറിവ് രാമനും ലക്ഷ്മണനും ഭരത ശത്രുഘ്നന്മാർക്കും കിട്ടി. മക്കൾ വളർന്നു. കൗമാരകാലത്തിലെത്തിയപ്പോൾ ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി വന്നു. വിശ്വാമിത്രൻ പറഞ്ഞു, ഞങ്ങൾ യജ്ഞം യാഗം നടത്തുന്നു. എന്താണ് യജ്ഞം? നമ്മൾ ഹിന്ദുക്കളോട് ആളുകൾ പറയാറുണ്ട്, 1 ലിറ്റർ നെയ്ക്കൊക്കെ എത്രയാ വില, നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇത് അഗ്നിക്ക് കൊടുക്കുന്നു. എന്ത് വിഡിതമാണ് നിങ്ങൾ ചെയ്യുന്നത് നോക്കൂ. ഭാരതം 2 വാക്കുകളെ പരിചയപ്പെട്ടു. ഒന്ന് കമ്മ്യൂണിസം നമുക്ക് നൽകിയ വാക്കായിരുന്നു ചൂഷണം. ഭാരതം പറഞ്ഞു ദോഹനം, കറന്നെടുക്കുക. പ്രകൃതിയെ നമ്മൾ അമ്മയായി കണ്ടു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാം നാട്ടിലെ ചൂട് കൂടി 40-41 ഡിഗ്രിയായി. ഈ സമയത്ത് ബാംഗ്ലൂരിലെ ഒരു ആചാര്യനോട് ചോദിച്ചു, എന്താ ഈ ചൂട് കൂടാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, മതം മാറ്റമാണ് ചൂട് കൂടാൻ കാരണം. ഇതെന്താണ് ഇദ്ദേഹം പറയുന്നത്? ലോജിക്ക് വേണ്ടേ? മതം മാറ്റമാണ് ചൂട് കൂടും. മതം മാറ്റവും ചൂടും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ അദ്ദേഹം പറയുകയാണ് വളരെ സമർത്ഥമായിട്ട്, മതം മാറുന്നതിന് മുമ്പ് നീ കാവുകളെ ആരാധിച്ചിരുന്നു, നീ മരങ്ങളെയും തുളസിയെയും ആൽത്തറയെയും ആരാധിച്ചിരുന്നു, നിനക്ക് ഗണപതിയുടെ വാഹനം എലിയായിരുന്നു, നീ ശിവകുടുംബത്തെ ആരാധിച്ചവനായിരുന്നു, നീ നദികളെ അമ്മയായി കണ്ടവനായിരുന്നു, കടലിനെ അമ്മയായി കണ്ടവനായിരുന്നു, ഭൂമിയെ അമ്മയായിട്ട് കണ്ടവനായിരുന്നു. നീ എല്ലാത്തിനെയും അമ്മയുടെ രൂപത്തിൽ ദർശിച്ചു ഭാവിച്ചു വൃക്ഷങ്ങളെ പോലും കണ്ടുകരുതി ആരാധിച്ച നീ എല്ലാ ദിവസവും രാവിലെ ജപിച്ചിരുന്നു, സമുദ്രവസനേ ദേവി പർവ്വത സ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തേ. രാവിലെ എഴുന്നേറ്റ് ഹിന്ദുക്കൾ ജപിക്കുന്ന മന്ത്രായത്. ഭൂമിയിൽ ചവിട്ടുന്നതിന് മുമ്പ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറഞ്ഞ് സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ, പർവ്വതങ്ങളെ സ്ഥലമായി ധരിച്ചവളെ, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമിദേവി, നിനക്കെന്റെ നമസ്കാരം. അമ്മേ, എന്റെ പാദസ്പർശം ക്ഷമിച്ചാലും. ഭൂമിയിൽ ചവിട്ടാതെ ജീവിക്കുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞതുകൊണ്ട് പർവ്വതങ്ങളെ അമ്മയുടെ സ്ഥലങ്ങളായി കണ്ടുകരുതിയ സംസ്കാരത്തിൽ നിന്ന് നാം പിറകിലേക്ക് പോയപ്പോൾ 15 ദിവസം മുമ്പ് നമുക്കൊപ്പം കിടന്നുറങ്ങിയ നമ്മുടെ 100 കണക്കിന് സഹോദരങ്ങൾക്ക് മേലെ കൂടെ പാറക്കല്ലുകൾ ഉരുണ്ടുരുണ്ടു പോയി. 20 ഡിഗ്രി ചരിവുള്ള പാറകൾ പൊട്ടിക്കാൻ പാടുള്ളൂ എന്ന് 30 വർഷക്കാലം പശ്ചിമഘട്ടത്തിൽ ഒരു ഋഷിയെപ്പോലെ യാത്ര ചെയ്ത മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. 6 സംസ്ഥാനങ്ങൾ നീണ്ടുകിടക്കുന്ന ഈ പശ്ചിമഘട്ടത്തിന്റെ നല്ലൊരു ഭാഗം കേരളത്തിലാണ്. ഈ പശ്ചിമഘട്ടത്തിലെ പർവ്വതങ്ങളിൽ നിന്നാണ് കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് എന്നറിയാത്തവരല്ല 3000 ക്വാറികളെ അവിടെ നടത്തുന്നത്. 90 ഡിഗ്രി ചരിവുള്ള സ്ഥലങ്ങളിൽ പോലും ക്വാറികൾ വന്ന് മണ്ണിനെയും മനുഷ്യനെയും മരങ്ങളെയും കവർന്നെടുത്തപ്പോൾ, ഒരു ദിവസം പൊട്ടിയൊലിച്ചപ്പോൾ നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങളുടെ ശരീരത്തിലൂടെ കൂറ്റൻ പാറക്കല്ലുകൾ കയറിയിറങ്ങിയപ്പോൾ ആ പാവങ്ങൾ ബലിയാടുകളാക്കപ്പെട്ടു എന്നത് പറയുമ്പോഴാണ് ജനീവയിലെ ലോക പരിസ്ഥിതി സമ്മേളനത്തിൽ ജർമ്മനിയിലെ പരിസ്ഥിതി ശാസ്ത്രകാരനാണ് പറഞ്ഞത്, ഇതിനൊറ്റ ഫോർമുലയേ ഉള്ളൂ. ഭാരതം പറഞ്ഞു, സമുദ്രത്തിൽ വസിക്കുന്നവളും പർവ്വതങ്ങളെ സ്ഥലമായി കണ്ടവളും വിഷ്ണുവിന്റെ പത്നിയുമാണ് ഭൂമിദേവി. ആ ഭൂമിദേവിക്ക് നമസ്കാരം. രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ ചവിട്ടുന്നതിന് മുമ്പ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് മാപ്പ് പറയുന്നവന് ഭൂമിയെ ദോഹനം ചെയ്യുവാനേ കഴിയുള്ളൂ, ചൂഷണം ചെയ്യുവാൻ കഴിയില്ല. പശുവിനെ നമ്മൾ സംരക്ഷിക്കുന്നു, അല്പം പാല് കറന്നെടുക്കുന്നു. ദോഹനം എന്ന വാക്കിന്റെ അർത്ഥം കറന്നെടുക്കുക എന്നുള്ളതാണ്. ഈ ആത്യന്തികമായ എല്ലാ അറിവുകളെയും സമന്വയിപ്പിച്ച രാമനോട് യജ്ഞത്തിന് ഭംഗം വരുത്തുവാൻ കുറെ ആളുകൾ വരുന്നുണ്ട്. രാമനെ കൂടെ വിടണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇവരെ എല്ലാം കൊല്ലണം. ദശരഥ മഹാരാജാവിന് ടെൻഷനായി. ഒടുവിൽ വസിഷ്ഠൻ പറഞ്ഞു, വിട്ടേക്കൂ, രാമനെ കൊണ്ട് ചിലത് പറ്റുമെന്ന്. രാമനും ലക്ഷ്മണനും കാട്ടിൽ ചെന്നു. ആദ്യം സുബാഹു വന്നു, ഒരസ്ത്രം കൊണ്ട് സുബാഹുവിനെ കൊന്നു. മാരീചൻ വന്നു, അവന്റെ പിറകിലായിരുന്നു അസ്ത്രമേറ്റത്. അന്ന് മാരീചൻ ഓടിയ വഴിയിൽ പുല്ല് മുളച്ചിട്ടില്ല. ഒടുവിൽ താടക ഘോരരൂപിണി ഭയങ്കരി വന്നു, അവളെ കൊന്നു. വൻമല ചിറകറ്റ് വീഴുന്നത് പോലെ താടക മരിച്ചു. താടകയുടെ മരണത്തിന് ശേഷം യജ്ഞം ഭംഗിയായി നടന്നു. യജ്ഞത്തെയും യാഗത്തെയും നടത്തേണ്ടത് ബ്രാഹ്മണനാണ്, സംരക്ഷിക്കേണ്ടത് ക്ഷത്രിയനാണ്. അതുകൊണ്ട് എന്നും രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നത് പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ തന്നെയാണ്. അവർ ചോര കണ്ടാൽ വേർക്കാൻ പാടില്ല. അതുകൊണ്ട് ക്ഷത്രിയന് മദ്യവും മാംസവും പട്ടാളം വരെ ഓഫർ ചെയ്യുന്നു. ഇവര് പട്ടാളത്തിൽ റിട്ടയർഡ് ചെയ്താൽ 1-ാം തീയതി മദ്യം നാട്ടിൽ വരും. എന്തുകൊണ്ടാണ് വരുന്നത്? മാംസാഹാരവും മദ്യവുമെല്ലാം ഏറ്റവും കടുത്ത കർമ്മങ്ങളെയാണ് അവർ കാത്തിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ പട്ടാളക്കാരെ ഇന്ത്യൻ പട്ടാളക്കാരൻ കൊല്ലണം എന്ന് പറയുന്നത് മനുഷ്യനെയാണ്.
അവന്റെ രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ 100 പട്ടാളക്കാരെ കൊന്നിട്ട് നിങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു ഇന്ത്യൻ ഓഫീസർ തിരിച്ചു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്ന അവാർഡുകളും ചക്രങ്ങളും എല്ലാം കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കും. നാട്ടിൽ ലീവിന് വന്നപ്പോൾ അയൽക്കാരനുമായിട്ട് തർക്കം ഉണ്ടായിട്ട് കത്തിയെടുത്ത് കുത്തിക്കൊന്നാൽ ചിലപ്പോൾ കോടതി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. 100 പേരെ കൊന്നപ്പോൾ ആദരവ്, ഒരാളെ കൊന്നപ്പോൾ മരണശിക്ഷ. എന്തുകൊണ്ട്? കൊന്നതല്ല പ്രശ്നം, എന്തിനായിരുന്നു കൊന്നത്? ഇതായിരുന്നു ഒരു കാലത്ത് അർജുനൻ നേരിട്ട വിഷയം. യുദ്ധഭൂമിയിൽ വന്നിരിക്കുന്ന അർജുനൻ ദുഷ്വേമം സ്വജനം കൃഷ്ണ, ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെ കാണുന്നുവല്ലോ ഭഗവാനെ, ഇവരെ കൊന്നിട്ട് എനിക്കെന്തിനാണ് സ്വർഗം? ഈ 3 രാജ്യങ്ങൾ കിട്ടിയിട്ടും കാര്യമില്ല, ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറയുന്ന അർജുനൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പറയുന്നതാണ് 1-ാമത്തെ അധ്യായം അർജുന വിഷാദ യോഗം. ഇതിന് ഭഗവാൻ കൊടുക്കുന്ന മറുപടികൾ സാഖ്യയോഗം മുതൽ തുടങ്ങി നമ്മുടെ വിഷയമല്ല. പക്ഷേ അതിൽ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നുണ്ട്, കാർപ്പണ്യ ദോഷോ പഹത സ്വഭാവ പ്രച്ഛാമിത്വാം ധർമ്മസമൂഢ ഛേദ. കാർപ്പണ്യം അജ്ഞതയാകുന്ന ദോഷത്താൽ എന്റെ ബുദ്ധി മരവിച്ചു പോയിരിക്കുന്നു ഭഗവാനെ, അതുകൊണ്ട് ഞാൻ ധർമ്മസമൂഢ ഛേദനായിരിക്കുന്നു. തെറ്റേത് ശരിയേത്, ചെയ്യേണ്ടതെന്ന് ചെയ്യാൻ പാടില്ലാത്തതെന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ശിഷ്യസ്തേ അഹം, എന്നെ ശിഷ്യനാക്കൂ, എന്നിട്ട് എന്നെ ഉപദേശിക്കൂ, എനിക്ക് നിർദ്ദേശങ്ങളെ തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഗീതോപദേശം ആരംഭിക്കുന്നത്. എന്നിട്ട് 11-ാമത്തെ അധ്യായം വിശ്വരൂപ ദർശനം, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ടും അർജുന്റെ സംശയം മാറിയില്ല. എല്ലാം പറഞ്ഞു 18-ാമത്തെ അധ്യായമായപ്പോൾ മോക്ഷസന്യാസ യോഗത്തിൽ 63-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ. അർജുന, നീ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ ചിന്തകളെ മുഴുവൻ ഞാൻ നിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. സൗണ്ട് ക്ലിയർ അല്ലേ? അല്ലേ? യഥേച്ഛസി തഥാ കുരു. അതായത് നിനക്ക് ശരി എന്ന് തോന്നുന്ന കാര്യത്തെ വിമർശന ബുദ്ധിയോടുകൂടി പഠിച്ച് നീ അതിനെ സ്വീകരിക്കൂ അർജുന എന്ന് പറയുന്നതാണ് നമ്മുടെ ഭഗവത്ഗീത. ഞാൻ പറഞ്ഞു വന്നത്, ഈ ശത്രുക്കളെയെല്ലാം നിഗ്രഹിച്ചതിന് ശേഷം രാമനോട് വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, നിന്റെ കല്യാണ പ്രായമായിട്ടുണ്ട്, അതുകൊണ്ട് കല്യാണം കഴിയണം. നമ്മളെല്ലാം ജാതക വിശ്വാസികളാണ്. ഞാനും കല്യാണം കഴിക്കുമ്പോൾ ജാതകം നോക്കിയിട്ടുണ്ട്. എന്നാൽ 7-ൽ ചൊവ്വ എന്ന് പറയുന്ന ഒരൊറ്റ വിഷയത്തിന്റെ പേരിൽ 10 ലക്ഷം ഹിന്ദുക്കൾ കല്യാണം കഴിക്കാതെ കേരളത്തിലുണ്ട്. 2 വെച്ച് പ്രസവിച്ചാൽ 20 ലക്ഷം ഹിന്ദു കുട്ടികളുടെ ജന്മത്തിന് തടസ്സമായിട്ട് ഒരു വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ജ്യോതിഷ സമൂഹത്തോട് സാദരം അപേക്ഷിക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രതിവിധി കാണും. നമ്മുടെ പാഠശാലയുടെ 5-ാമത് ബാച്ചിൽ നമ്മൾ ഒരുപാട് ജ്യോതിഷികളെ ചേർത്തിട്ടുണ്ട്. കൗൺസിലിംഗ് കോഴ്സിന്റെ 5-ാമത്തെ ബാച്ചിൽ. എന്തിനാണെന്ന് അറിയണ്ടേ? നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല കൗൺസിലേഴ്സ് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് ജ്യോതിഷികളാണ്. നാട്ടിലൊരു പ്രശ്നം വന്നാൽ ഉടനെ ഓടിയിട്ട് അമ്മയും അച്ഛനും ജ്യോതിഷിക്ക് കരികിൽ പോകും. ജ്യോതിഷിക്ക് അവിടെ നിർത്തിയിട്ട് പറയും, ഇപ്പോൾ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം നിങ്ങൾക്ക് രാജയോഗം തുടങ്ങുമെന്ന്. അടുത്ത യോഗം രാജയോഗമായില്ലെങ്കിൽ നമ്മൾ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കും, ആ രാജയോഗം വഴിമാറിപ്പോയി, 2 വർഷം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജയോഗം എന്തായാലും വരുമെന്ന് പറഞ്ഞാൽ ഇവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഇവന്റെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ, അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഓരോ മനുഷ്യനെയും മുന്നിലേക്ക് നയിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യവുമാണ് എന്നറിയണം. അതിനെ ആധുനികവൽക്കരിക്കണം. അതിന് പരിഹാരങ്ങൾ കാണണം. പ്രശ്നങ്ങൾ എല്ലാ കാലത്തുമുണ്ട്. പക്ഷേ രാമന്റെ കല്യാണം ജാതകം നോക്കിയിട്ടായിരുന്നില്ല. രാമനോട് ജനകൻ പറഞ്ഞു, എന്റെ മകളെ കല്യാണം കഴിച്ചു തരണമെങ്കിൽ ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷ ഇവിടെ വച്ചിരിക്കുന്ന ശൈപചാപം എടുത്തു കുലച്ച് പൊടിക്കണം. രാമൻ വന്നു, അനായാസനെ ഇടത് കൈ കൊണ്ടെടുത്തു, ശൈപചാപം കുലച്ചു, 2ആയി പൊട്ടിയത്. രാമൻ അറിയപ്പെട്ടു സീതാറാം. പാശ്ചാത്യർ പറഞ്ഞു മിസ്സിസ് ഒബാമ, ഒബാമയുടെ ഭാര്യ. ഇത് കേട്ടപ്പോ നമ്മൾ പറഞ്ഞു മിസ്സിസ് മേനോൻ, മേനോന്റെ ഭാര്യ. മേനോന്റെ ഭാര്യയുടെ പേരെന്താ അറിയില്ല. കാർത്യായനി നല്ല പേരാണ്. പക്ഷെ ഭാരതം പറഞ്ഞു രാധാകൃഷ്ണൻ, സീതാരാമൻ, പാർവതി പരമേശ്വരൻ, ഉമാമഹേശ്വരൻ, ലക്ഷ്മി നാരായണൻ. എന്റെ പ്രിയപ്പെട്ട ഹിന്ദു വനിതകളെ, ഹിന്ദു അമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളെ പോലെ ഭാഗ്യം ചെയ്ത ഒരു ജനത ആകാശത്തിനയിൽ മറ്റാരുണ്ട്? ദ്രൗപദി മുർമു രാഷ്ട്രപതിയാണ്, സ്ത്രീയാണ്, ഹിന്ദു സ്ത്രീയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്, സ്ത്രീയാണ്. നിർമ്മല സീതാരാമൻ ഹിന്ദു സ്ത്രീയാണ്. കഴിഞ്ഞ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാണ്. ഹിന്ദു സ്ത്രീക്ക് എന്തു ആവാം. ഞങ്ങളുടെ തൊട്ടടുത്ത് കോഴിക്കോട് നിയമസഭാ സീറ്റിൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചു. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ 25 വർഷത്തിനു ശേഷം മുസ്ലിം ലീഗിൽ സ്ത്രീ മത്സരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് സ്ത്രീ മത്സരിക്കുന്നത് പോലും വാർത്തയാകുമ്പോഴാണ് ഹിന്ദു പുരുഷൻ എവിടെയെല്ലാം സ്ഥാനമുണ്ടോ അവിടെ തന്നെ സ്ത്രീക്കുമുണ്ട്.
അതുകൊണ്ട് 10 വയസ്സിന് ചുവട്ടിലുള്ള നമ്മുടെ ഹിന്ദു പെൺകുട്ടികൾക്കുള്ളിൽ അഭിമാനത്തിന്റെ ബോധത്തെ ഉണർത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ ഇംപ്രിന്റിംഗ് പീരീഡ് എന്ന് പറയുന്ന ആ പീരീഡിൽ 16 സ്ത്രീരത്നങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം. അരുന്ധതി, അനസൂയ, സാവിത്രി, ജാനകി, സതീ, ദ്രൗപദി, കണ്ണകി, ഗാർഗി, മീര, ദുർഗാവതി, ലക്ഷ്മി, അഹല്യ, ചെന്നമ്മ, രുദ്രമാമ്പ, നിവേദിത, ശാരദാദേവി, പ്രണമ്യ, മാതൃദേവത എന്ന് പറയുന്ന ഈ 16 സ്ത്രീരത്നങ്ങളെ കുറിച്ച് പഠിച്ചു വളരുന്ന ഒരു കുട്ടിയും ലവ് ജിഹാദ് എന്ന ട്രാപ്പിൽ പെട്ടുപോകില്ല. അവൾ തെറ്റായ പ്രണയത്തെ തിരഞ്ഞെടുക്കില്ല. കാരണം TV തുറന്നാൽ കാണുന്നത് സരിതയും സ്വപ്നയും, സ്വപ്നയും സരിതയുമാണ്. എന്ത് മാതൃകളാണ് ഇവർ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് മാതൃകൾ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ചരിത്രത്തിലും ആ മരിച്ചുപോയ അല്ലെങ്കിൽ സമാധിയാക്കപ്പെട്ട വീര വനിതകളെ കുറിച്ചുള്ള ചരിത്രം പഠിപ്പിക്കണം നമ്മുടെ മക്കൾക്ക്. പുതിയ പാഠ്യപദ്ധതിയിലൊന്നും അതില്ല. ഹിന്ദു കുട്ടികൾക്ക് അത് ലഭിക്കുന്നില്ല. അത് അനൗപചാരികമായിട്ട് നമ്മൾ വീടുകളിൽ നിന്ന് കൊടുക്കണം. മോദിജി ആസൂത്രണം ചെയ്ത പുതിയ പാഠ്യപദ്ധതി 2027 കൂടി വരും. അത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിന്റെ ടൈം 8 മണിക്കിലേക്ക് ആക്കാൻ പോവുകയാണ്. കേരളം ബഹളം കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഉച്ചയ്ക്ക് ശേഷമുള്ള പഠനം വേസ്റ്റാണ്. രാവിലെ 8 മണിക്ക് ക്ലാസ്സുകൾ തുടങ്ങണമെങ്കിൽ കുട്ടി 5 മണിക്ക് എഴുന്നേൽക്കണം. അവൻ 7 മണിയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്ത് 7 മണിക്ക് സ്കൂളിൽ പോകണം. 8 മണിക്ക് പഠനം ആരംഭിക്കും. ബുദ്ധി ഷാർപ്പായിരിക്കും. 11 മണി വരെ നല്ല ടൈം. 1 മണി വരെ പഠിക്കാം. തിരിച്ചവൻ വരണം. 3:30 മണി മുതൽ 5 മണി വരെ പ്ലേ ഗ്രൗണ്ട് ആണ്. ശരീരമിതം ഗലുധർമ്മ സാധനം. നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുവാനും നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം. നമ്മുടെ കുട്ടികൾ ഇന്ന് കളിക്കുന്നില്ല. ഗെയിം, മൊബൈൽ കളിച്ചാൽ അത് ആരോഗ്യത്തിന് എങ്ങനെയാണ് ഉപകരിക്കുക? പിന്നീട് അവന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്താൻ പോകുന്നതാണ് സ്കൂളിന്റെ ഈ സമയമാറ്റം. എന്തായാലും ചില വാശികളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കപ്പെട്ടത് ഹിന്ദുവിന്റെ മാത്രം ആവശ്യമല്ല, അത് രാഷ്ട്രത്തിന്റെ ആവശ്യം കൂടിയാണ് എന്നറിയണം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കരുത്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇനിയും വരാനുണ്ട്. അപകടങ്ങളെ തൂത്തെറിയുവാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രം ഇന്ന് ശക്തമാണ് എന്നുകൂടി അറിയുക. എന്നാൽ അപകടങ്ങളെ നിസ്സാരമായി കാണുവാനും പറഞ്ഞിട്ടില്ല. ഭയപ്പെടരുത്, ജാഗ്രത വേണമെന്നാണ് എക്കാലത്തും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്. ഭയം ഒന്നിനെയും പരിഹാരമല്ല. ഭീരു പലവട്ടം മരിച്ചാലും വീണ്ടും ഭീരുവായി തന്നെ ജനിക്കുന്നു എന്ന് ശാസ്ത്രം പറയാറുണ്ട്. അങ്ങനെ സീത രാമൻ കല്യാണം കഴിച്ചു. ജനക മഹാരാജാവ് പറഞ്ഞു, ദശരഥ മഹാരാജാവേ, അങ്ങയുടെ കൊട്ടാരത്തിൽ 3 ആൺകുട്ടികൾ കൂടെ ഇല്ലേ? എന്റെ കൊട്ടാരത്തിൽ 3 പെൺകുട്ടികളും ബാക്കിയുണ്ട്. നമുക്ക് കല്യാണം കഴിക്കാം. അങ്ങനെ കോസല സാമ്രാജ്യത്തിലെ 4 ആൺകുട്ടികൾ മൈഥിലാപുരിയിലെ 4 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു. സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുമ്പോൾ അവരെ ഒരാൾ ബ്ലോക്കാക്കി. ഈ ഘോഷയാത്ര ഭാർഗവരാമൻ, പരശുരാമൻ. സമയം കിട്ടുമ്പോൾ വായിക്കുക. നമുക്ക് വിസ്തരിക്കാൻ സമയമില്ല. പരശുരാമനും ശ്രീരാമനും തമ്മിൽ നടക്കുന്ന ഒരു സംവാദമുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റിൽ കാണുന്ന സംവാദമൊന്നുമില്ല. സംവാദത്തിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് നമ്മുടെ ശാസ്ത്രം പറയും. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലാണ് കലഹമെങ്കിൽ ഭർത്താവ് അങ്ങനെ ചൂടിന്റെ പാരമ്യത്തിലാണെങ്കിൽ ഭാര്യ തണുത്ത് തരികണം. ഇനി ഭാര്യയാണ് ചൂടെങ്കിൽ ഭർത്താവ് തണുക്കണം. 2 ചൂടുകൾ ഒന്നിച്ചു പോകാൻ പാടില്ല. അത് വലിയ അഗ്നിഗോളമായി പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുണ്ട്. സംവാദത്തിന്റെ സ്വഭാവം, സംവാദത്തിന്റെ മാനദണ്ഡം. പരശുരാമൻ എത്ര ചൂടായിട്ടും രാമൻ ചൂടായിട്ടില്ല. എത്ര വിനയത്തോടുകൂടി, സംയമനത്തോടുകൂടി എതിരാളിയുടെ വാക്കുകളെ മൊത്തം കേട്ടിട്ട് തത്തുല്യമായ വേദാന്തപരമായ മറുപടികൾ പറഞ്ഞപ്പോൾ സൂക്ഷിച്ചു നോക്കിയാണ് പരശുരാമൻ. ഭഗവാനെ, ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നോട് തന്നെയാണല്ലോ. ഭാർഗവരാമനും പരശുരാമനുമായ ഞാൻ തന്നെയാണ് ശ്രീരാമൻ എന്ന് മനസ്സിലാക്കി തന്റെ കയ്യിലെ വൈഷ്ണവ ചാപത്തെ രാമന്റെ കയ്യിൽ ഏൽപ്പിച്ച് ദീർഘ തപസ്സിനായിട്ട് പരശുരാമൻ കാട് കയറുന്നതോടുകൂടി അയോധ്യയിലേക്ക് എത്തപ്പെടുന്നു. രാമാദികൾ 1-ാമത്തെ കാണ്ഡം അവസാനിച്ചു. 2-ാമത്തെ കാണ്ഡം അയോധ്യാകാന്ഡം. നമുക്ക് വേഗം പറഞ്ഞു പോകാം. ഒരു ദിവസം രാജാവ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ പടുവൃദ്ധനായി പോയല്ലോ എന്ന്. പ്രായം മനസ്സിനെ തളർത്തരുത്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ മഹാത്മാഗാന്ധിക്ക് 72 വയസ്സുണ്ടായിരുന്നു. പ്രായം ഒന്നിന്റെയും ഘടകമല്ല. ഇപ്പോഴും ഒരു മെട്രോയിൽ പണിയുവാൻ നമ്മുടെ മെട്രോ ശ്രീധരൻ സാറിന് കഴിയും. പ്രായം ഒന്നിനും തടസ്സമല്ല. 45 വയസ്സുകാരനാണ് 90 വയസ്സിന്റെ മനസ്സ്. 90 വയസ്സുകാരനാണ് 35ന്റെ മനസ്സ്. ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പലതും കരഗതമാക്കുവാൻ കഴിയും. പക്ഷെ രാജാവിന് പെട്ടെന്ന് തോന്നി, ഞാൻ പടുവൃദ്ധനായി പോയല്ലോ എന്ന്. അപ്പോൾ തന്നെ തീരുമാനിച്ചു രാമന്റെ പട്ടാഭിഷേകം. ശുഭമുഹൂർത്തം എപ്പോൾ? അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു, അടുത്ത ദിവസം ശുഭമുഹൂർത്തമുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ രാജാവ് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് രാജാവിന് ഹൃദയം പൊട്ടി മരിക്കേണ്ടി വന്നു. ജീവിതത്തിൽ നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം നമുക്ക് ജീവിതത്തിൽ വലിയ വിഷമതകൾ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഉദ്ഘാടന സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീപ്പെട്ടി ഉണ്ടാവില്ല. പല സ്ഥലത്തും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. തീപ്പെട്ടിയുടെ പേരിൽ 10 മിനിറ്റും 15 മിനിറ്റും ഒക്കെ സദസ്സ് വൈകിപ്പോയ സംഭവങ്ങളും ഉണ്ട്. ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം രാജാവ് ചിന്തിച്ചില്ല. 2 മക്കൾ കൊട്ടാരത്തിൽ അന്നുണ്ടായിരുന്നില്ല എന്ന്. ഭരതനും ശത്രുഘ്നനും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരാളെ വിളിക്കാനും വിട്ടുപോയി. കൈകയുടെ അച്ഛനെ, ഭാര്യയുടെ അച്ഛനെ വിളിച്ചുമില്ല. 2 പേർ ഇല്ലാത്തത് ശ്രദ്ധിച്ചുമില്ല.
രാമന്റെ പട്ടാഭിഷേകം നാളെ രാവിലെ 10 മണിക്ക് ഏറെ സന്തോഷിച്ചൊരു അമ്മയുണ്ടായിരുന്നു. അത് കൗസല്യാദേവിയായിരുന്നില്ല, കൈകേയി മാതാവായിരുന്നു. കൈകേയി തന്റെ ഉടയാടകളും ആഭരണങ്ങളും എല്ലാം അണിഞ്ഞൊരുങ്ങി വെച്ചുകൊണ്ടിരിക്കെ അവൾ വന്നു. ആര്? മന്ധര, കൈകേയിയുടെ അമ്മയുടെ തോഴി. കൈകേയിയെ എടി എന്നൊക്കെ വിളിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള സ്ത്രീ വന്ന മാത്രയിൽ ചോദിച്ചു, എന്താടി നിനക്കെത്ര സന്തോഷം? കൈകേയി പറഞ്ഞു, നാളെ എൻ്റെ മകന്റെ പട്ടാഭിഷേകം. അപ്പോൾ മന്ധര, ഭരതനാണോ രാജാവാകുന്നത്? മൂപ്പത്തി കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ? നാട് മുഴുവൻ അറിയാം, LKG സ്റ്റുഡന്റ് വരെ അറിയാം രാമനാണ് നാളെ രാജാവാകുന്നത് എന്ന്. പക്ഷെ ചോദ്യം ബോധപൂർവമായിരുന്നു, ഭരതനാണോ രാജാവാകുന്നത്? ചോദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കൈകേയിക്ക്. അല്ല, രാമനാണ്. അടുത്ത ചോദ്യം, രാമൻ നിന്റെ മോനാണോ? അതെ, രാമൻ എന്റെ മകനാണ്, എനിക്ക് ഭരതനേക്കാൾ പ്രിയം എന്റെ രാമനെയാണ്. അടുത്ത ചോദ്യം, നീയാണോ രാമനെ പ്രസവിച്ചത്? പ്രസവിച്ചത് ഞാനാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, കൈകേയിയാണ് പ്രസവിച്ചത്. പക്ഷെ ഞങ്ങൾ ആദ്യം കണ്ട കുഞ്ഞ് രാമനാണ്, അതുകൊണ്ട് രാമനാണ് എനിക്ക് പ്രിയ പൊന്നോമന പുത്രൻ. എല്ലാ നമ്പറുകൾ ഇറക്കി നോക്കി. നമ്മൾ പറയാറില്ല ലഡു പൊട്ടിയില്ല, പൊട്ടിയില്ല. എന്നാൽ 10ാമതൊരു ചോദ്യം ചോദിച്ചു, ലഡു പൊട്ടി. ചോദ്യം ഇതായിരുന്നു, രാമൻ രാജാവായാൽ രാജമാതാവാരായിരിക്കും? രാജാവിന്റെ അമ്മ, രാജാവിന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൊസിഷനാണ്. രാജാവിന്റെ രാഷ്ട്രപതിയുടെ ഭാര്യ ഇവിടെ കടന്നു പോകുന്നുവെങ്കിൽ നമ്മൾ സൈഡാക്കണം. ആരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി സൈഡാക്കണം. രാജമാത ശിവകാമി ദേവി, ബാഹുബലി കണ്ടിട്ടില്ലേ? അപ്പൊ ഈ രാജാവിന്റെ അമ്മ, രാജാവിന്റെ ഭാര്യ എന്നൊക്കെ പറയുന്ന വലിയ പൊസിഷനാണ്. മന്ധര പറഞ്ഞു കൊടുത്തു. ഒന്ന് ചിന്തിച്ചു നിന്ന കൈകേയിയോട് മന്ധര പറയാണ്, നീയും നിന്റെ ഭർത്താവായ രാജാവും തമ്മിൽ 30 വയസ്സിന്റെ ഡിഫറൻറ് ഉണ്ട്. അദ്ദേഹം ഇന്നില്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് കുഴിയിൽ കാല് നീട്ടിയിരിക്കുകയാണ്. അദ്ദേഹം മരിച്ചു പോകും. മരിച്ചു പോയാൽ മരിച്ചുപോയ രാജാവിന്റെ 2ാമത്തെ ഭാര്യ എന്ന പരിഗണന മാത്രമേ നിനക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ട് നീ നിന്റെ മകനെ രാജാവാക്കണം. എന്തുണ്ട് വഴി മന്ധരേ? കൈകേയിയുടെ മനസ്സ് പ്രക്ഷുബ്ധമാവാൻ തുടങ്ങി. വഴിയുണ്ട്. പണ്ട് ദേവാസുര യുദ്ധത്തിൽ നിന്റെ ഭർത്താവിന് വേണ്ടി നീ തേരോടിച്ചപ്പോൾ, ദേവന്മാരുടെ ആ യുദ്ധത്തിൽ നിന്റെ ഭർത്താവിന് മുറിവ് പറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കെട്ടുപോയി. ആത്മവിശ്വാസം കെട്ടുപോയ ഭർത്താവിനോട് സ്നേഹത്തിന്റെ തലോടലാണ് ആവശ്യം. ബിസിനസ് മൊത്തം തകർന്ന് വീട്ടിൽ വരുന്ന ആളോട്, അല്ല മനുഷ്യ, അന്നേ പറഞ്ഞിരുന്നില്ലേ എന്ന വാക്കല്ല പറയേണ്ടത്, എന്റെ കഴുത്തിലെ ഈ താലിമാലയെങ്കിലും വിറ്റിട്ട് നമുക്ക് വീണ്ടും 0-ൽ നിന്ന് തുടങ്ങാമെന്ന് പറയുന്ന കുളിർത്തന്നലിന്റെ ആശ്വാസവചനങ്ങൾ പറഞ്ഞു നോക്കൂ. അയാൾ നല്ലൊരു കോടീശ്വരനായിട്ട് മാറും. അങ്ങനെ തഴുകിത്തലോടുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ കൈകേയിയുടെ ആ വാക്കുകളിൽ വീണ്ടും വർദ്ധിത വീര്യം തിരഞ്ഞെടുത്ത് തിരിച്ചു പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു. യുദ്ധം വിജയിച്ചപ്പോൾ ദശരഥ മഹാരാജാവ് പറഞ്ഞു, ചോദിക്കൂ വരം. വേണ്ട, എന്റെ ഡ്യൂട്ടി ചെയ്തു, കടമയെ നിർവഹിച്ചു, ചോദിക്കൂ വരം. വീണ്ടും വീണ്ടും നിർവഹിച്ചു. അപ്പോൾ കൈകേയി പറഞ്ഞു, പെൻഡിങ് വെച്ചേക്കൂ, പിന്നെ ചോദിച്ചാൽ തരുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാർ വാക്ക് മാറ്റി പറയണമെങ്കിൽ സൂര്യൻ കിഴക്കുതിക്കണം, ചുമ്മാ ഡയലോഗ് അടിക്കരുത്. അങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞതായിരുന്നു ഈ അനർത്ഥങ്ങളുടെ കാരണം. ഈ വരം നീ ഇപ്പൊ ചോദിക്കണം. രാജാവിനെ വരുത്തുന്നു. നമ്മൾ അയോധ്യയിൽ പോയാൽ ക്രോധാലയം കാണാം. അപ്പോ അവിടെ ചെന്നു രാജാവിനോട് പറയുന്നു, മഹാരാജൻ, അങ്ങേക്ക് എന്നെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? അപ്പോൾ പറയുന്നു, കൈകേയി, നിന്നെ കുറിച്ച് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. എങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് മറന്നു പോവില്ലല്ലോ? വാക്കും മറന്നു പോയിട്ടില്ല. എന്തായിരുന്നു ആ വാക്ക്? അങ്ങ് പണ്ട് എനിക്ക് വരം നൽകാമെന്ന് പറഞ്ഞിരുന്നു, അതിപ്പോ വേണം. ചോദിച്ചോളൂ. ഇദ്ദേഹം കരുതിയൊരു 100 പവനും 10 പട്ടുസാരിയും ഒക്കെ ആയിരിക്കാം. പക്ഷെ പറഞ്ഞത് എന്തായിരുന്നു? ഭരതനെ രാജാവാക്കണം, രാമനെ 14 കൊല്ലം കാട്ടിൽ പറഞ്ഞയക്കണം. രാജാവിനെ കാണാനില്ല, ഫ്ലാറ്റായി വാട വിട്ടതുപോലെ ബോധം പോയി. ബോധമൊക്കെ വന്ന സമയത്ത് കുറെ തോന്നിയാസം പറഞ്ഞു. ആരെ? ചീത്ത വിളിച്ചു. നിങ്ങൾ കരുതും സംസ്കൃതത്തിൽ ചീത്തയുണ്ടെന്ന്. സംസ്കൃതത്തിൽ ഏറ്റവും വലിയ ചീത്ത ദുഷ്ടേ, രാക്ഷസി, നീചെ, ഈ 3 വാക്കാണ് ഉപയോഗിച്ചത്. ഒരു വാക്കിന് തുല്യമായ 10 വാക്കുകളെ ലോകത്തിൽ ഏത് ഭാഷയിലും പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു വാക്കിന് തുല്യമായ 1000 വാക്കുകൾ പറയുന്ന ഒരു മാസ്മരിക ഭാഷയെ ലോകത്തിലുള്ളൂ. അതാണ് സംസ്കൃതം. വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, അമ്മയുടെ 1000 പേരുകൾ, ഭഗവാന്റെ 1000 പേരുകൾ പറയുന്ന ആ ദേവഭാഷ. ഒക്കെ വഴക്ക് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായ പിന്നെ എന്ത് ചെയ്യണം? സറണ്ടറായി. ഭാര്യയുടെ മുന്നിൽ സറണ്ടറായി. എന്നിട്ടും കാര്യമില്ല. പാറ പോലെ ഉറച്ചു പോയിരിക്കുന്നു. സമയം രാവിലെയായി. 10 മണിക്ക് പട്ടാഭിഷേകം. അച്ഛനെ കാണാതെ രാമൻ ചെന്നു നോക്കുമ്പോൾ, ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പടുവൃദ്ധനായി മാറിപ്പോയ തന്റെ അച്ഛനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ കെട്ടിപ്പിടിച്ചു കരയുന്നു. രാമ, രാമ, എന്തു പറ്റി അച്ഛന്? അച്ഛന് പറയാൻ കഴിയുന്നില്ല. ഈ സമയത്ത് കൈകേയി പറയുന്നു, രാമ, നിന്റെ അച്ഛൻ എനിക്ക് 2 വരം നൽകാമെന്ന് പറഞ്ഞിരുന്നു. നീ 14 കൊല്ലം കാട്ടിൽ പോകണം, എന്റെ മകൻ ഭരതനെ രാജാവാക്കണം. ഈ കാര്യം ചോദിച്ചതിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കരയുന്നത് എന്ന് നിസ്സാരമായിട്ട് പറഞ്ഞു കൈകേയി. ഈ സമയത്ത് രാമൻ പറയുന്ന വാക്കുണ്ട്. 14 14,000 വർഷം കാട്ടിൽ പോകുവാനും തയ്യാറുള്ള ഈ രാമൻ ഇവിടെ ഉള്ളപ്പോൾ എന്റെ അച്ഛൻ കരയുകയോ ദുഃഖിക്കുകയോ?
പുംനാമ നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവനാരോ അവൻ പുത്രൻ. മാതാപിതാക്കളെ നരകത്തിൽ പതിക്കാതെ നോക്കുന്നവന്റെ പേരാണ് പുത്രൻ ഓർ പുത്രി. മാതാപിതാക്കളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നരകത്തിൽ പതിപ്പിക്കുന്നവരെ നിങ്ങൾ ഡോക്ടറോ സണ്ണോ അങ്ങനെ പല പേരിലും വിളിച്ചോളൂ. പക്ഷെ പുത്രൻ പുത്രി എന്ന് വിളിക്കണമെങ്കിൽ അച്ഛനും അമ്മയ്ക്കും നരകത്തെ സമ്മാനിക്കാത്തവർ ആയിരിക്കണം. അച്ഛന്റെ വാക്ക് പാലിക്കുവാൻ 14 കൊല്ലം കാട്ടിൽ പോകുവാൻ തയ്യാറായി വന്ന രാമന്റെ കൂടെ ലക്ഷ്മണനും സീതയും പോകുന്നു. ഈ സമയത്ത് രാമൻ ചോദിക്കുന്നു, ലക്ഷ്മണ നീ എന്തിനു വരുന്നു? വന്യമൃഗങ്ങളും ഘോരമൃഗങ്ങളും കാവൽ കിടക്കുന്ന കാട്ടിൽ ജ്യേഷ്ഠന്റെ കൂടെ മറ്റാരുണ്ട് എന്ന വാദമുഖമാണ് ആരുന്നയിക്കുന്നത്? ലക്ഷ്മണൻ. സീതാദേവി കൂടെ പോകുമ്പോ സീതയോട് ചോദിക്കുന്നു, സീതേ നീ എന്തിനു വരുന്നു? നീ മൈഥിലിയാണ്, വൈദേഹത്തിലെ രാജകുമാരിയാണ്, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവളാണ്. കാട്ടാറിലെ വെള്ളം കുടിച്ചും കൈകനികൾ ഭക്ഷിച്ചും 14 കൊല്ലമാണ് കാട്ടിൽ കിടക്കേണ്ടത്. നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ലോകത്തിൽ ഏറ്റവും ഉദാത്തമായ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ വാക്ക് സീതയുടെ വായിൽ നിന്ന് വീണത്. എവിടെയാണോ എനിക്കെന്റെ രാമൻ, അതാണ് എനിക്കെന്റെ അയോധ്യ. എവിടെയാണോ എന്റെ ഭർത്താവ്, കൂടെ ഞാൻ ഉണ്ടാകും. അഗ്നിസാക്ഷിയായി ആയിരക്കണക്കിന് അക്ഷികളെ സാക്ഷിയാക്കി ഒരു പുരുഷൻ സ്ത്രീയുടെ കഴുത്തിലേക്ക് താലി ചാർത്തിയാൽ അത് കേവലം ഒരു മഞ്ഞച്ചരടല്ല. ഭാരതത്തിന് ഒരായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹത്തോടെ വിശ്വാസത്തോടെ ജീവിക്കാമെന്ന വാഗ്ദാനമാണത്. അതുകൊണ്ടാണ് 90 വയസ്സുള്ള മുത്തശ്ശന്റെ അരികിൽ 85 വയസ്സുള്ള മുത്തശ്ശി ഇന്നും കിടന്നുറങ്ങുന്നത്. ആ ദാമ്പത്യ ബന്ധത്തിന്റെ ഉദാഹരണമാണ് സീതാരാമന്മാർ. 3 പേരും കാട്ടിലേക്ക് പോകുന്നു. അയോധ്യവാസികൾ കൂടെ പോകുന്നു. ഇതറിഞ്ഞപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു പോകുന്നു ദശരഥൻ. ശാപം വലിച്ചിരിക്കുന്നു. 7 ദിവസം കഴിഞ്ഞ് ഭരതൻ വന്നു. രാജ്യത്ത് നിന്ന് അച്ഛനെ എണ്ണത്തോണിയിൽ കിടത്തിയിരിക്കുന്നു. യഥാവിധി അച്ഛനെ സംസ്കരിക്കണമെങ്കിൽ രാമൻ നാട്ടിലില്ല. രാമനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഭരതനും കൂട്ടാളികളും ചെല്ലുന്നു. എന്നാൽ രാമൻ പറയുന്നു, അച്ഛൻ മരിച്ചുപോയി, അച്ഛന്റെ വാക്ക് പാലിക്കുവാൻ ഞാൻ കാട്ടിൽ പോയേ നിർവാഹമുള്ളൂ. ഭരത നീ നാട്ടിൽ പോയിട്ട് മരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രാമന്റെ പാദുകങ്ങളെ തലയിൽ ചുമന്നുകൊണ്ട് 14 വർഷം രാമന്റെ പാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് രാജ്യം ഭരിച്ച ഭരതനാണ് സഹോദര ബന്ധത്തിന്റെ ഉദാത്ത മാതൃക. ആ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരും രാമനും തമ്മിലുള്ള ആ ബന്ധത്തെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞാൽ ഒന്നിന്റെ പേരിലും അവർ തമ്മിൽ തരില്ല. രാമായണം നമുക്ക് എന്ത് നൽകുമെന്ന ചോദ്യത്തിന്റെ ഏറ്റവും നല്ല ബന്ധമാണ്, ഏറ്റവും നല്ല ഉദാഹരണമാണ് കുടുംബ ബന്ധങ്ങളുടെ മഹാത്മ്യത്തെ ഊട്ടിയുറപ്പിക്കുന്നു രാമായണം എന്നുള്ളത്. അങ്ങനെ ഘോരവനത്തിലേക്ക് പോകുന്നു. തിരിച്ച് ഭരതൻ നാട്ടിലേക്ക് വരുന്നതോടുകൂടി അയോധ്യാകാന്ഡം അവസാനിച്ചു. അരണ്യകാന്ഡം കൊടുങ്കാട്ടിലേക്ക് പോവുകയാണ്. രാമൻ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നു. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച 2 രാജകുമാരന്മാരും ഒരു രാജകുമാരിയും ഒരു സുപ്രഭാതത്തിൽ കാട്ടിൽ പെട്ടുപോയിട്ടും ആരെയും പഴിക്കാതെ വിമർശിക്കാതെ ശപിക്കാതെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു. 13ാമത്തെ വർഷം ശൂർപ്പണഖ രാമനെ കണ്ടു മോഹിച്ചു. ശൂർപ്പണഖ രാമനോട് പ്രണയം തുറന്നു പറഞ്ഞു. ഇഷ്ടപ്പെട്ട പെണ്ണിനോട് സ്നേഹം പറയുന്നത് തെറ്റല്ല. നമ്മുടെ പെൺമക്കൾ നോ പറയുവാനും ആൺകുട്ടികൾ നോ കേൾക്കുവാനും തയ്യാറാകണം. ഐ ലവ് യു പറഞ്ഞു, അവൾ നോ പറഞ്ഞു, അവളുടെ മുഖത്ത് കൊണ്ടുപോയിട്ട് ആസിഡ് ഒഴിക്കുക. ശൂർപ്പണഖ രാമനോട് പ്രണയ അഭ്യർത്ഥന നടത്തി. രാമൻ പറഞ്ഞു, ഞാൻ ഏകപത്നി വ്രതനാണ്, എന്റെ ഭാര്യയാണ് നിൽക്കുന്നത്, ഞാൻ മറ്റൊരു വിവാഹം കഴിക്കില്ല. എന്റെ അഞ്ജനോട് ചോദിച്ചു നോക്കൂ. ലക്ഷ്മണൻ പറഞ്ഞു, എന്റെ ഭാര്യ ഊർമിള കൊട്ടാരത്തിലുണ്ട്, എന്നെ കാത്തവൾ ഇരിക്കുകയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് അടുത്ത വർഷം എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. മാറി മാറി പ്രണയ അഭ്യർത്ഥന നടത്തിയിട്ടും എന്റെ ഇംഗിതം നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ശൂർപ്പണഖ എന്ന ദുഷ്ടസ്ത്രീ ഓവർ പ്രൊസസീവ്നെസ് എന്ന് പറഞ്ഞ മാനസിക രോഗത്തിന് അടിമയായി. എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും വേണ്ട. അങ്ങനെ സീതയെ കൊല്ലുവാൻ പാഞ്ഞെടുക്കുമ്പോൾ ലക്ഷ്മണ എന്ന് വിളിച്ചു. ലക്ഷ്മണൻ വാള് വലിച്ചു ഒരു വെട്ട് വെച്ചു കൊടുത്തു. മൂക്കും മുലയും ഛേദിച്ചു പോയി എന്ന് അധ്യാത്മരാമായണം, മൂക്കും കാതും ഛേദിച്ചു പോയി എന്ന് വാൽമീകി രാമായണം. സ്തനം അമ്മയുടെ പ്രതീകമായതുകൊണ്ട് നമുക്ക് മൂക്കും കാതും എടുക്കാം. ചെത്തിപ്പോയ മൂക്കും ചോരയൊലിപ്പിച്ച് ഗരന്റെ അരികിൽ ചെന്നു. ഗരൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ അവരെ കൊല്ലുവാൻ ആളെ വിടാൻ 14 പേരെ വിട്ടു. രാമൻ 14 ബാണം അയച്ച് 14 എണ്ണത്തിന് കൊന്നു. ഒടുവിൽ ഗരനടക്കം 14,000 രാക്ഷസപ്പട ഇളകി വരുമ്പോൾ രാമൻ പറഞ്ഞ പൗരുഷത്തിന്റെ വാക്കുകളാണ് ഇന്നത്തെ ഹൈന്ദവ സമൂഹത്തിന് അത്യാവശ്യം. ലക്ഷ്മണ, നീ ജ്യേഷ്ഠത്തി അമ്മയെയും കൊണ്ട് പുറത്തു നിൽക്കുക, ജ്യേഷ്ഠത്തി അമ്മയെ ഗുഹയിൽ കയറ്റുക, നീ പുറത്തു കാവൽ നിന്നോളൂ, ഇവന്മാരെ മൊത്തം ഞാൻ നോക്കിക്കൊള്ളാം. 72 മിനിറ്റ് കൊണ്ട് 14,000 രാക്ഷസന്മാരെ യമപുരിയിലേക്ക് അയച്ചു രാമൻ. ആ രാമനാണ് ഭാരതത്തിന്റെ എന്നും പ്രതീകം, വീരതയുടെ പര്യായം. അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിൽ പോയ രാമന് 72 മിനിറ്റ് കൊണ്ട് 14,000 രാക്ഷസപ്പടയെ നിഗ്രഹിക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് രാമൻ ശക്തിയുടെ പ്രതീകം കൂടിയാണെന്ന് അറിയണം. ശൂർപ്പണഖ ഒടുവിൽ
സഹോദരനായ രാവണന്റെ അരികിലെത്തുന്നു. രാവണന്റെ വീക്ക്നെസ് കയറി പിടിക്കുന്നു. എല്ലാം പറഞ്ഞു നോക്കിയിട്ടും രാവണൻ വഴങ്ങിയില്ല. ഒടുവിൽ പറഞ്ഞു, 14 ലോകത്തിലെ സുന്ദരിമാരെ തോൽപ്പിക്കുന്ന ഒരു മഹാസുന്ദരിയെ ഞാൻ കാനനത്തിൽ കണ്ടു. അവളെ സ്വന്തമാക്കി ജ്യേഷ്ഠന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരുവാൻ ഞാനിന്ന് പരിശ്രമിച്ചു നോക്കി. അങ്ങനെയാണ് മൂക്കുപോയത്. വീക്ക്നെസ് കയറി പിടിച്ചു നോക്കി. അതിൽ രാവണന്റെ ലഡുവും പൊട്ടി. രാവണൻ പറഞ്ഞു, എനിക്ക് ആ സുന്ദരി ഒന്ന് കാണണം. കണ്ടു. പറഞ്ഞത് മഹാലക്ഷ്മി സീതാദേവിയായി വന്നതല്ലേ, സൗന്ദര്യത്തിന് കുറവുണ്ടാവൂ. കണ്ടു മോഹിച്ചു പോയി. മാരീചന്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, നീ മാനായി ചെല്ലണം. മാരീചൻ പറഞ്ഞു, രാമന്റെ ഭാര്യയെ ആഗ്രഹിക്കരുത് രാവണ, നീയും നിന്റെ കുടുംബവും മുടിഞ്ഞു പോകുമെന്ന്. ഈ സമയത്ത് വീണ്ടും വീണ്ടും നിർബന്ധിക്കുമ്പോൾ മാരീചൻ പറഞ്ഞ വാക്കാണ് ലോകപ്രശസ്തമായ രാമോ വിഗ്രഹവാൻ ധർമ്മ. ആരുടെ കൈകൊണ്ടാണോ മാരീചൻ മരിച്ചത്, ആ രാമനെ കുറിച്ച് മാരീചൻ പറയുകയാണ്, ഇത് ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്, കള്ളിക്കരുത് എന്ന്. പക്ഷെ ഈ ഉപദേശങ്ങളൊന്നും രാവണൻ കേൾക്കുന്നില്ല. ഒടുവിൽ ചന്ദ്രഹാസം വലിച്ചൂരിയിട്ട് ഇപ്പം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ മരണമുറപ്പിച്ച മാരീചൻ തീരുമാനിക്കുന്നു, രാമബാണമേറ്റ് മരിക്കാം. ഈ ദുഷ്ടന്റെ കൈകൊണ്ട് മരിക്കുന്നതിൽ നല്ലത് ആ മഹാത്മാവിന്റെ കൈകൊണ്ട് മരിക്കുന്നതാണല്ലോ എന്ന് കരുതി മാൻ വായിച്ചെന്നു. ആ കഥയെല്ലാം നമുക്കറിയാമല്ലോ. ഈ സമയത്ത് രാമൻ പിന്നാലെ ഓടുന്നു. മാരീചൻ മരിക്കുന്നു. ഈ സമയത്ത് മാരീചൻ ലക്ഷ്മണ സീത എന്ന് വിളിക്കുന്നു. സീതയുടെ മനസ്സ് വീണ്ടും ചഞ്ചലയാകുന്നു. ലക്ഷ്മണനോട് ഓടിച്ചെല്ലാൻ പറയുന്നു. ലക്ഷ്മണൻ പോകുന്നില്ല. ഈ സമയത്ത് പറയാൻ പാടില്ലാത്തൊരു വാക്ക് സീതാദേവിയുടെ വായിൽ നിന്ന് താഴേക്ക് വീണുപോയത് കൊണ്ട് സ്വന്തം ചാരിത്രശുദ്ധി തെളിയിക്കുവാൻ അഗ്നിയിലൂടെ നടക്കേണ്ടി വന്നു സീതയ്ക്ക്. ലക്ഷ്മണനോട് പറഞ്ഞു, ദുഷ്ട, എന്റെ ഭർത്താവ് നിലവിളിച്ച് കരയുമ്പോൾ നീ ഓടിച്ചെല്ലാത്തത് എന്നെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ്. നീ ഞങ്ങളുടെ കൂടെ കാട്ടിലേക്ക് കൂടിയത് എന്ന്. രാമായണത്തിലെ മറ്റൊരു വൈകാരിക രംഗമുണ്ട്. ആഭരണങ്ങൾ ലഭിക്കുന്ന രാമൻ കണ്ണു നിറഞ്ഞിട്ട് കാണുവാൻ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഓരോ ആഭരണങ്ങളും വാനരന്മാർ കൊടുത്ത ഈ ആഭരണങ്ങൾ പൊക്കിക്കാണിച്ചിട്ട് പറയുകയാണ്, ലക്ഷ്മണ, അനുജ, നോക്കൂ, ഈ മാല നിന്റെ ജ്യേഷ്ഠത്തി അമ്മയുടേതാണോ? ലക്ഷ്മണൻ പറയുന്നു, അറിയില്ല ജ്യേഷ്ഠ. ഈ വള നോക്കൂ, ഈ കമ്മൽ നോക്കൂ, അറിയില്ല ജ്യേഷ്ഠ, അറിയില്ല ജ്യേഷ്ഠ. ഒടുവിൽ പാദസരം കാണിച്ചപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, അറിയാം ജ്യേഷ്ഠ, എല്ലാ പ്രഭാതങ്ങളിലും ജ്യേഷ്ഠത്തി അമ്മയുടെ പാദ നമസ്കാരം ചെയ്യുമ്പോൾ ഞാൻ ഈ പാദസരം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ അനുജനോടാണ് സീതാദേവി പറയുന്നത്, കർമ്മഫല സിദ്ധാന്തത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ മഹാലക്ഷ്മിക്ക് പോലും സാധ്യമല്ല എന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ രാവണൻ സന്യാസ രൂപത്തിൽ വരുന്നു. സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഈ സമയത്ത് സീതയെ രക്ഷിക്കുവാൻ ജടായു എന്ന പക്ഷി വരുന്നു. ഒരു പക്ഷി പോലും പഠിപ്പിക്കുന്നു, ആപത്തിലൊറ്റയ്ക്ക് നിൽക്കുന്നൊരുത്തന്റെ കൂടെ കരുത്തിന്റെ കൂട്ടാകണം. അമ്മ ചോദിച്ചു കുഞ്ഞിനോട്, വലുതായിട്ട് ആരാകണം? അപ്പോ പറയുകയാണ്, അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ആരാകണം അമ്മേ? ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിൽ ആരാകിലും നല്ലതെന്നുത്തരം. ഉച്ചയ്ക്കു ദീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക, ഇറ്റുവെള്ളത്തിനായി കേടുന്ന ജീവന്റെ നാവിലെ കുറ്റുന്ന നീരാവുക, അന്തിക്കു കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിന്റെ കൂടപ്പിറപ്പാവുക, ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്നൊരുത്തന്റെ കൂടെ കരുത്തിന്റെ കൂട്ടാവുക എന്ന്. വയനാട്ടിൽ സിദ്ധാർത്ഥനെ തല്ലിക്കൊല്ലുമ്പോൾ 18 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 130 പേർ നോക്കി നിന്നു. ടോട്ടൽ 148 പ്രതികളാണ്. 3 ദിവസം പട്ടിണിക്കിട്ട് ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊല്ലുമ്പോൾ പൗരുഷം നഷ്ടപ്പെട്ട് 130 പേർ നോക്കി നിന്നുവെങ്കിൽ ഇവിടെ ഒരു പക്ഷി പോലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആപത്തിൽപ്പെട്ടവനെ സഹായിക്കുവാൻ സ്വജീവനും ഉപേക്ഷിക്കുവാൻ തയ്യാറായി 2 ചിറകുകളും അരിഞ്ഞ് താഴെ വീഴ്ത്തപ്പെട്ട ആ പക്ഷി രാമന്റെ മടിയിൽ കിടന്ന് മരിക്കുന്നു. രാമൻ യഥാവിധി പൂജിച്ചതിനെ യാത്രയാക്കുന്നു. ആരണ്യകാണ്ഡത്തിൽ അവസാനിക്കുമ്പോൾ 4ാമത്തെ കാണ്ഡം കിഷ്കിന്ധാകാണ്ഡം. എങ്ങനെ മക്കൾ ജനിക്കാൻ പാടില്ലയോ അങ്ങനെ ജനിച്ച 2 മക്കൾ, ബാലിയും സുഗ്രീവനും. എന്നാൽ അവിടെ അമാനുഷ്യനായിട്ടുള്ള രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഒരു ശിഷ്യനുണ്ടായിരുന്നു. അതാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിക്ക് വേണ്ടി നമ്മൾ ഭാരതം മുഴുവൻ, ലോകം മുഴുവൻ അമ്പലങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ശ്രീകൃഷ്ണന്റെ ശിഷ്യനായ അർജുനു വേണ്ടി 1-2 അമ്പലങ്ങളെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. 2 പേരും ശിഷ്യനായിരുന്നു. പക്ഷേ ഗുരുവിനെ ചോദ്യം ചെയ്തു ഒരു ശിഷ്യനെങ്കിൽ ഗുരു പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. സംശയാത്മാ വിനശ്യതി എന്ന് പറയുന്ന യാതൊരു സംശയവും ആ രാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് ഹനുമാൻ മാറിയപ്പോൾ രാമനെ കുറിച്ചുള്ള ഒരു വലിയ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു കാണ്ഡം കൂടിയാണ് കിഷ്കിന്ധാകാണ്ഡം. മറഞ്ഞിരുന്നുകൊണ്ട് ബാലിയെ അമ്പെയ്തു കൊന്നവൻ രാമൻ. ഇത് സുൽപികളിടത്തിന്റെ പുതിയ ചോദ്യമല്ല. ഈ ചോദ്യം ബാലി ചോദിക്കുന്നു. തന്റെ നെഞ്ചിലേക്ക് അമ്പ് തറച്ചപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുന്നു, ധർമ്മത്തിന്റെ പ്രതീകമായ രാമ, നിങ്ങൾ ഇത് ചെയ്യാൻ പാടുണ്ടോ? ബാലിയുടെ തലമടിയിൽ വെച്ചുകൊണ്ട് തഴുകി തലോടിക്കൊണ്ട് രാമൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ എന്തിനു കൊന്നു ബാലി?
നീ അനുജനുമായിട്ട് തല്ലുണ്ടാക്കിയത് കൊണ്ടോ അവനെ തല്ലിയത് കൊണ്ടോ അധികാരം പിടിച്ചത് കൊണ്ടോ ഒന്നുമല്ല. അനുജനെ തല്ലി ഓടിച്ചതിന് ശേഷം അനുജന്റെ ഭാര്യയായ രുക്മയുടെ സമ്മതമില്ലാതെ നീ അവളുടെ ശരീരത്തിൽ സ്പർശിച്ചു. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സമ്മതമില്ലാതെ സ്പർശിക്കുന്നത് ഇന്നും ക്രൈമാണ്. പഴശ്ശിരാജാവിന്റെ കാലത്ത് അന്ന് തലവെട്ടിയിരുന്നു. പ്രാപിച്ചു നീ അവളെ, ബലാത്കാരേണ വിവാഹം ചെയ്തു, അതുകൊണ്ട് നീ മരണാർഹനാണ്. എന്നിട്ട് ഈ ബാലിയുടെ ഭാര്യയെ സുഗ്രീവൻ കല്യാണം കഴിച്ചു. അതുകൊണ്ട് നമ്മൾ ബാലിക്ക് സുഗ്രീവൻ അമ്പലമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രാമായണവും മഹാഭാരതവും നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോരുത്തരിൽ നിന്നും തള്ളേണ്ടതിനെ തള്ളുവാനും കൊള്ളേണ്ടതിനെ കൊള്ളുവാനുമാണ്. സുഗ്രീവനും താരയും കൂടി മദ്യപിച്ച് കൂത്താടി രാമനോടുണ്ടാക്കിയ ഉടമ്പടി മറന്നുപോയപ്പോൾ വീണ്ടും ലക്ഷ്മണൻ ചെന്നിട്ട് പറയുന്നു, എടാ സുഗ്രീവ, ബാലിയെ കൊന്ന ബാണങ്ങൾ രാമന്റെ കയ്യിൽ ഇനിയുമുണ്ട് എന്ന്. ഈ സമയത്താണ് മൂപ്പര് 4 പടയൊക്കെ ആക്കി വേർതിരിച്ച് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കിഷ്കിന്ധാകാന്ഡം തമ്മിലടിച്ച ജ്യേഷ്ഠ സഹോദരന്മാരെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഹനുമാൻ എന്ന് പറയുന്ന മഹാത്മാവിനെയും പഠിപ്പിക്കുന്നു. സീതാദേവി ലങ്കയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി കിഷ്കിന്ധാകാന്ഡം അവസാനിച്ചു. 5ാമത്തെ കാണ്ഡം സുന്ദരകാന്ഡം. ആരാണ് രാമായണത്തിലെ സുന്ദരൻ? അത് രാമനോ ലക്ഷ്മണനോ ഒന്നുമല്ല, ഹനുമാനാണ്. 100 യോജന കടൽ ചാടിക്കടന്നുകൊണ്ട് അയോധ്യയിലെത്തി രാമന്റെ മുദ്രമോതിരം കൊടുത്തു. തിരിച്ചു വന്നിട്ട് രാമന്റെ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഹനുമാനായി തീരണമെങ്കിൽ നാം ജാമ്പവാനാകണമെന്ന് പറയാറുണ്ട്. 100 യോജന കടൽ ചാടിക്കിടക്കുവാൻ ആരുണ്ട്? ഒരാൾ പറഞ്ഞു ഞാൻ 30 യോജന ചാടും, ഒരാൾ 50 യോജന, ഒരാൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചാടും. പിന്നെ ഇങ്ങോട്ട് ചാടാൻ പറ്റിയില്ലെങ്കിൽ എന്താ പ്രയോജനം? യൂസ്ലെസ് ടോക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് ഒരാൾ മിണ്ടാതിരിക്കുന്നു. ജാമ്പവാൻ അരികിൽ ചെന്നിട്ട് അവന്റെ ചുമലിൽ കൈവച്ചിട്ട് പറഞ്ഞു, ആഞ്ജനേയ. ആഞ്ജനേയൻ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ എന്നെ പേര് മാറ്റി വിളിച്ചത്? എന്റെ പേര് ഹനുമാൻ എന്നല്ലേ? അതെ, നീ ഹനുമാനാണ്. പക്ഷെ നീ എങ്ങനെ ഹനുമാനായെന്ന് നീ അറിയണം. നീ കുഞ്ഞായിരുന്നപ്പോൾ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ട് തുടുത്ത പഴമെന്ന് കരുതി അതിനെ വിഴുങ്ങുമാൻ മുകളിലേക്ക് ചാടി. നിന്റെ വരവ് കണ്ട് സൂര്യൻ പേടിച്ചു പോയി. ദേവേന്ദ്രന്റെ സഹായത്തിന് വിളിച്ചു. ഇന്ദ്രൻ വജ്രായുധമായിട്ട് വന്നു. ആ വജ്രായുധം നിനക്ക് നേരെ പ്രയോഗിച്ചു. അത് നിന്റെ ഹനുവിൽ തട്ടി. ഹനുവെന്നാൽ താടിയല്ലേ. അങ്ങനെ നീ താഴേക്ക് പതിച്ചു. നിന്റെ അച്ഛൻ നിന്നെയും കൊണ്ട് പാതാള ലോകത്തേക്ക് പോയി. വായു ഭഗവാൻ ലോകത്തിന് ശ്വാസം മുട്ടി തുടങ്ങി. എല്ലാ ദേവന്മാരും നിനക്ക് ചുറ്റും അണിനിരന്നു. ദേവന്മാരെല്ലാം ആ ശക്തിയിൽ നിന്ന് ഒരു നിശ്ചിത പെർസെന്റേജ് നിനക്ക് നൽകി. അങ്ങനെ സകല ദേവീ ദേവന്മാരുടെയും ശക്തി സ്രോതസ്സാണ് പൊന്നുമോനെ നീ. നിന്നെ കൊണ്ട് ഇതിന് പറ്റും. മക്കളോട് ദിവസം പറയണം, പ്രിയപ്പെട്ട അമ്മമാരെ, നിന്നെ കൊണ്ട് ഇതിന് പറ്റും. 50-ൽ 49 മാർക്കുമായി വീട്ടിൽ വന്നു. ഈ അമ്മമാരല്ല, പുറത്തുള്ള ഏതോ അമ്മ ചോദിച്ചു, ആ ഒന്നെവിടെ? 50-ൽ കിട്ടിയ 49-നേക്കാൾ ആ അമ്മയെ വേദനിപ്പിച്ചത് കിട്ടാതെ പോയ 1-നെ കുറിച്ചായിരുന്നു എന്നറിയണം. രാമനോട് കാട്ടിൽ ഉറങ്ങിപ്പോയി വിശ്വാമിത്രൻ വിളിച്ചുണർത്തി. നമ്മുടെ കുട്ടി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും വിളിക്കുന്നു, പോത്ത് പോലെ കിടന്നുറങ്ങാതെ എണീറ്റ് പോടാ എന്ന്. രാവിലെ കുട്ടി കേൾക്കുന്നു, പോത്തേ പോത്തേ എന്ന്. എന്നാൽ വിശ്വാമിത്ര മഹർഷി പറയുന്നു രാമനോട്, കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം. കൗസല്യ സുപ്രജ രാമ, കൗസല്യയുടെ ഏറ്റവും നല്ല മോനായ രാമ, സന്ധ്യ പ്രവർത്തതേ, പ്രഭാത സന്ധ്യ പ്രവർത്തിച്ചു തുടങ്ങി. ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ, നരശാർദൂല, നരന്മാരിൽ ശ്രേഷ്ഠനായവനെ, കർത്തവ്യം ദൈവമാന്വിതം, നിന്നിൽ അർപ്പിതമായ ഈശ്വരീയ കർമ്മങ്ങളെ ചെയ്യുവാൻ കൗസല്യയുടെ പൊന്നുമോനെ എണീക്കൂ എന്ന് പറയുന്നതും പോത്തെ എണീക്കൂ എന്ന് പറയുന്നതും ഒരുപോലെയാണ് അമ്മമാരെ? മക്കളോട് ചെയ്യേണ്ട 18 കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത 12 കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന വീര്യത്തെ ഉണർത്തുവാൻ കഴിഞ്ഞു. ഹനുമാൻ ആകാശം മുട്ടെ വളർന്നു വലുതായി ഒരു ചാട്ടം വെച്ചു കൊടുത്തു. ഇപ്പോൾ ഹനുമാൻ കടലിന്റെ മുകളിലൂടെ ഒഴുകിപ്പോവുകയാണ്. 3 പ്രതിസന്ധികൾ വന്നു. ആദ്യം വന്നു സുരസമാതാവ്, വാവിളർന്നു വന്നു. ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ കഴിയില്ലെന്നറിഞ്ഞപ്പോൾ ബുദ്ധി കൊണ്ട് സുരസയെ കീഴ്പ്പെടുത്തി. 2ാമത് ഛായാഗ്രാഹിണി വന്നു, അവളെ ചവിട്ടിക്കൊന്നു ശക്തി കൊണ്ട്. 3ാമത് മൈനാകം വന്നപ്പോ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി. ദിവസവും ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട 3 കാര്യങ്ങൾ ഒരൊറ്റ ചാട്ടത്തിൽ ഹനുമാൻ പഠിപ്പിച്ചില്ലേ? ശക്തിയും ബുദ്ധിയും സ്നേഹവും. സീതയെ കണ്ടെത്തി, മുദ്രമോതിരം കൊടുത്തു, ലങ്കയ്ക്കിട്ട് പണി കൊടുത്തു, അക്ഷയകുമാരനെ കൊന്നു. ഇങ്ങനെ ആയിരിക്കണം ദൂതനെന്ന് രാവണനെ പഠിപ്പിച്ചിട്ടും രാവണന് കാര്യം മനസ്സിലായില്ല. സുന്ദരകാന്ഡം അവസാനിച്ചു. 6ാമത്തെ കാണ്ഡം യുദ്ധകാന്ഡം. രാമൻ പാലം കെട്ടി അങ്ങോട്ട് ചെന്നു. പരസ്ത്രീയെ മോഹിച്ച, രാമന്റെ ഭാര്യയെ മോഹിച്ച രാവണനെ കൊന്നു. അത് സ്വാഭാവികം. എന്നാൽ മറ്റൊരാൾ കൊല്ലപ്പെട്ടു, സങ്കടകരം, ഇന്ദ്രജിത്ത്. ഇദ്ദേഹത്തിന് എങ്ങനെ ഇന്ദ്രജിത്ത് എന്ന പേര് കിട്ടി? മേഘനാഥൻ മകൻ ഇന്ദ്രനെ ജയിച്ചു. ദേവേന്ദ്രനെ പോരിൽ ജയിച്ച മകൻ അച്ഛന്റെ വീക്ക്നെസ് കൊണ്ട് ചത്തുപോയി. അച്ഛന്റെ ബലഹീനത കൊണ്ട് മകന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. കുംഭകർണനും മേഘനാഥനും അക്ഷയകുമാരനും എല്ലാം മരിച്ചു വീഴുന്നു. ഒടുവിൽ വിഭീഷണന്റെ കയ്യിൽ രാജ്യത്തെ ഏൽപ്പിച്ചുകൊണ്ട്
തിരിഞ്ഞു നടക്കുവാൻ ഒരുങ്ങുമ്പോൾ ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട്, രാജ്യത്തിന്റെ അവകാശികൾ നമ്മളല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ലോകപ്രശസ്തമായ രാമന്റെ വാക്യം, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി, ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് ലക്ഷ്മണ. അമ്മ എത്ര സൗന്ദര്യം കെട്ടവളാണെങ്കിലും, അമ്മ ആരോഗ്യം എത്ര ക്ഷയിച്ചവളാണെങ്കിലും അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമെന്ന് പഠിപ്പിച്ച ശ്രീരാമചന്ദ്രൻ സീതയോട് പറഞ്ഞു, സീതയെ, ഇക്കൂട്ടത്തിൽ ആര് നിന്നെ സ്വീകരിച്ചാലും നിന്നെ ഞാൻ സ്വീകരിക്കില്ല എന്ന്. ഞെട്ടിത്തരിച്ചു പോയി. സീതയും രാമനും ഒന്നായി കാണുവാൻ ആഗ്രഹിച്ചവരുടെ മുന്നിൽ നിന്ന് ഈ ക്രൂരമായ വാക്കുകൾ രാമൻ പറയാൻ പാടുണ്ടോ? ഈ സമയത്ത് ലക്ഷ്മണ വിളിക്കുന്നു, ലക്ഷ്മണൻ അഗ്നി ഒരുക്കുന്നു. അഗ്നിയിലൂടെ നടന്നു വന്നു സീത. സീതയെ അഗ്നി തൊട്ടില്ല. സീതയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രാമൻ പറഞ്ഞ വാക്കുകൾ യുദ്ധകാണ്ഡത്തിലുണ്ട്. സീതയെ, നീ വരുമ്പോൾ നീ ശ്രദ്ധിച്ചോ എന്നറിയില്ല, നിന്നെ നോക്കുന്ന വാനരപ്പടയും രാക്ഷസപ്പടയും ചിരിക്കുകയായിരുന്നു. 12 മാസക്കാലം സ്ത്രീലമ്പടനൊപ്പം താമസിച്ച സീത വരുന്നു രാമനൊപ്പം എന്ന് പറയുന്ന പരിഹാസത്തിന്റെ ചിരികളായിരുന്നുവെങ്കിൽ നീ അങ്ങോട്ട് നോക്കൂ. ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു കിടക്കുന്ന വാനരപ്പടയെ കാണുകയാണ് സീതാദേവി. അഗ്നിക്ക് പോലും പൊള്ളിക്കുവാൻ കഴിയാത്ത ചാരിത്രത്തിന്റെ ഉറവിടമാണ് സീത എന്ന് സമസ്ത ലോകത്തെയും ബോധ്യപ്പെടുത്തുവാൻ സീതാദേവിക്ക് അഗ്നിപ്രവേശം ചെയ്യേണ്ടി വന്നു. ഒരു രാജാവിന്റെ ഭാര്യ സകല സംശയങ്ങൾക്കും അതീതയാണെന്ന് നമ്മെ പഠിപ്പിച്ച രാമൻ തിരിച്ചു പുഷ്പവിമാനത്തിൽ അയോധ്യയിൽ വന്നതോടുകൂടി യുദ്ധകാന്ഡം അവസാനിച്ചു. ഉത്തരകാണ്ഡത്തോടുകൂടി അവസാനിക്കുന്നുവെങ്കിൽ ആ ഉത്തരകാണ്ഡത്തിൽ രാമരാജ്യം സംജാതമായി. രാമന്റെ പട്ടാഭിഷേകം, 14 വർഷം മുമ്പ് മുടങ്ങിപ്പോയ പട്ടാഭിഷേകം പൂർത്തിയായി. രാമരാജ്യം സംജാതമായപ്പോൾ ആ രാമന്റെ രാജ്യത്ത് ആനന്ദം കളിയാടിക്കൊണ്ടിരിക്കെ രാമന്റെ ഭാര്യ ഗർഭിണിയാകുന്നു സീതാദേവി. ഈ സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു. 4 ഭാഗത്തേക്കും ചാരന്മാരെ അയച്ചു. ഭദ്ര എന്ന ചാരന്റെ മുഖത്തൊരു സങ്കടം കണ്ടു. മറ്റു ചാരന്മാരോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. രാമൻ ചോദിച്ചു, എന്താ ഭദ്ര നിന്റെ മുഖത്തൊരു വിഷമം, പറയൂ. ഭദ്രൻ കരഞ്ഞു തുടങ്ങി. ഭദ്ര പറയൂ, പ്രശംസ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ടത് പൗരന്മാർക്ക് രാജാവിനെ കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് അറിയണം. അപ്പോൾ പറഞ്ഞു, രാജാവേ, ഞാൻ ഇന്നൊരു കലഹത്തിൽ ഇടപെട്ടു. ഒരു അലക്കുകാരൻ അയാളുടെ ഭാര്യയോട് 3 ദിവസം വീട്ടിൽ പോയി താമസിച്ചുകൊള്ളാൻ പറഞ്ഞു. അവൾ 15 ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നു. കൂടെ അമ്മാവന്റെ മോനുണ്ടായിരുന്നു. അതോടുകൂടി ബഹളമായി, പ്രശ്നമായി. ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ടു. ഞാൻ പറഞ്ഞു, അവസാനം നമുക്ക് രാമനോട് അഭിപ്രായം തേടാം. ഈ സമയത്ത് അലക്കുകാരൻ പറഞ്ഞു, 12 മാസക്കാലം സ്ത്രീലമ്പടനായ രാവണന്റെ കൊട്ടാരത്തിൽ താമസിച്ച സീതയെ നാണമില്ലാതെ വിളിച്ചു കൊണ്ടുവന്ന രാമനോട് എന്റെ ഭാര്യയെ കുറിച്ച് അഭിപ്രായമൊന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ എന്തു ചെയ്തു ഭദ്ര? തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് അവർ തിരിച്ചുപോയി. രാജാവിന്റെ ഭാര്യയിൽ സംശയമുണ്ട് എങ്കിൽ പ്രതിവിധി എന്ത്? 3 അഞ്ചന്മാരെയും വിളിച്ചു വരുത്തുന്നു. അന്ന് രാത്രി, പ്രിയമുള്ളവരെ, ഉത്തരകാണ്ഡം വായിക്കുക. രാമൻ എന്ന ഭർത്താവും രാമൻ എന്ന രാജാവും തമ്മിൽ നടന്നൊരു സംഘർഷമുണ്ട്. രാമൻ എന്ന ഭർത്താവ് പറയുക, നിറഗർഭിണിയാണ് എന്റെ ഭാര്യ, 14 വർഷം കാട്ടിലായിരുന്നു ഞങ്ങൾ, സുഖമെന്തെന്ന് എന്റെ സീത അറിഞ്ഞിട്ടില്ല, അവളെ വീണ്ടും കാട്ടിലേക്ക് അയക്കുകയോ? അപ്പോ രാമൻ എന്ന രാജാവ്, രാമ, നീ കേവലം ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുകയോ? രാഷ്ട്രത്തിന് വേണ്ടി എന്തു ഉപേക്ഷിക്കാം, ജീവൻ പോലും, പക്ഷേ മറ്റൊന്നിനു വേണ്ടിയും രാഷ്ട്രത്തെ ഉപേക്ഷിക്കരുത്. നിന്റെ രാജാക്കന്മാർ, നിന്റെ പൂർവികന്മാരെ കുറിച്ച് നീ ഓർക്കുക. നിന്റെ പൂർവികന്മാർ രാഷ്ട്രത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവരായിരുന്നു. അനന്തപത്മനാഭന്റെ മണ്ണിൽ വന്നു നിൽക്കുമ്പോൾ അനന്തപത്മനാഭന്റെ ദാസന്മാരായി ഭരിച്ച രാജാക്കന്മാരുടെ സമ്പാദ്യമാണ് 25 ലക്ഷം കോടി. അതെടുത്തിട്ട് ഇവിടെ അതായിക്കൂടെ ഇതായിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവരോട് നാം ചോദിക്കണം, ഇന്ന് ഭരിക്കുന്ന രാജനൈതിക രംഗം വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാട്ടിൽ നിന്ന് ലഭിച്ചത് മുഴുവൻ ഈ കൊട്ടാരത്തിൽ, ഈ അമ്പലത്തിൽ സൂക്ഷിച്ചു വെച്ച ആ പാരമ്പര്യവും സംസ്കാരവുമാണ്. രാഷ്ട്രത്തിന് വേണ്ടി എല്ലാം കൊടുത്തവരായിരുന്നു ഭാരതത്തിലെ രാജാക്കന്മാർ. അതുകൊണ്ട് സീതയെ ഉപേക്ഷിക്കാം, പക്ഷേ രാഷ്ട്രധർമ്മത്തെ ഉപേക്ഷിക്കരുത്. അത് ഉത്തരകാണ്ഡത്തിൽ നിങ്ങൾ സമഗ്രമായി പഠിക്കണം. സമയം പരിമിതമായതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അന്ന് രാത്രി രാമന്റെ സംഘർഷത്തിനൊടുവിൽ രാമൻ സീതയെ കാട്ടിലേക്ക് അയക്കുന്നു. മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് സീതാദേവി ഇരട്ട മക്കൾക്ക് ജന്മം നൽകുന്നു. ലവനും കുശനെയും വാൽമീകി മഹർഷി രാമായണം മുഴുവനും പഠിപ്പിക്കുന്നു. രാമായണവുമായിട്ട് അവർ ലോകം മുഴുവൻ പാടി സഞ്ചരിക്കുന്നു. ഒടുവിൽ അയോധ്യയിലും എത്തുന്നു. അച്ഛന്റെ മുന്നിൽ മക്കൾ രാമന്റെ കഥ പാടുമ്പോൾ അച്ഛൻ അറിയുന്നില്ല ഇത് മക്കളാണെന്ന്, മക്കൾ അറിയുന്നില്ല ഇത് അച്ഛനാണെന്ന്. ഒടുവിൽ കഥ പാടിക്കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഞങ്ങൾക്ക് സീതാദേവി ഒന്ന് കാണണം.
കൗസല്യാദേവി പറയുന്നു, അലക്കുകാരന്റെ വാക്ക് കേട്ട് ഞങ്ങൾ അവളെ കാട്ടിലുപേക്ഷിച്ചു. അന്ന് രാമന്റെ മക്കൾ കൗസല്യാദേവിയുടെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ രാമനെ കുറിച്ചാണോ ഞങ്ങൾ പാടിയത് എന്ന്. ചോദ്യങ്ങൾ പുതിയതല്ല, ചോദ്യങ്ങൾ പഴയതാണ്. സുൽപിയിലടന്മാരുടെ ചോദ്യങ്ങളല്ല ഇത് ബാലിയും രാമന്റെ മക്കളും ചോദിച്ച ചോദ്യമാണ് എന്നറിയണം. ആ സംഘർഷവും നമ്മൾ വായിക്കണം. തുടർന്ന് കാട്ടിലേക്ക് എത്തുന്നു. രാമൻ അശ്വമേധയാഗം നടത്തുന്നു. രാമന്റെ കുതിര ഇവിടെ വന്ന് മക്കൾ പിടിച്ചു കെട്ടുന്നു. അച്ഛനും മക്കളും യുദ്ധഭൂമിയിൽ വരുമെന്നായപ്പോൾ അതിനിടയിലേക്ക് പാഞ്ഞു വരുന്ന സീതാദേവി. സീതയും രാമനും മക്കളും ഒന്നിച്ചു കാണുന്ന അതിവൈകാരികമായ മുഹൂർത്തത്തിൽ അച്ഛന്റെ അരികിലേക്ക് മക്കളെ ഏൽപ്പിച്ച് ഭൂമി ദേവിയുടെ മകളായ സീത എന്ന ഉടവുചാലിൽ ലഭിച്ച മഹാലക്ഷ്മി തന്റെ ദൗത്യത്തെ മുഴുവൻ പൂർത്തീകരിച്ചുകൊണ്ട് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ മക്കളെയും കൊണ്ട് രാമൻ നാട്ടിലേക്ക് പോയി യഥാകാലം മക്കളെ എല്ലാം പഠിപ്പിച്ച് യുവരാജാക്കന്മാരായി അഭിഷേകം ചെയ്ത് തന്റെ ദൗത്യത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ഭൂമിദേവി പശുവിന്റെ രൂപത്തിൽ ബ്രഹ്മാവിനരികിലെത്തി അധർമ്മികളാൽ ഭൂമി ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മഹാവിഷ്ണു അവതരിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ ഏഴാമത് അവതരിച്ചു. ആ പാലാഴി വാസൻ സാഗരത്തിലേക്ക് ഇറങ്ങി ചെന്ന് മഹാവിഷ്ണുവിൽ വിലയം പ്രാപിക്കുന്നതോടുകൂടി ബാലകാണ്ഡത്തിൽ നിന്നും ഉത്തരകാണ്ഡം വരെ വ്യാപിച്ചു കിടക്കുന്ന രാമായണം സമാപിക്കുന്നു. ആ രാമന്റെ അനുഗ്രഹം എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. നമുക്ക് സമയം പരിമിതമായതുകൊണ്ടാണ് രാമായണത്തെക്കുറിച്ച് ചിന്തിച്ചത്. നമ്മൾ പാഠശാലയിലൂടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രാമായണ പഠനമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് രാമനെ അറിയുക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം രാമായണത്തിലുണ്ട്. അത് ശക്തിയാണ്, അത് ധർമ്മമാണ്, സാഹോദര ബന്ധമാണെന്ന് അറിയണം. ഇവിടെ രാമനെ പൂജിക്കുക. നമുക്കിവിടെ പ്രസാദമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇവിടെ സമർപ്പണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സമർപ്പണം ചെയ്യാം. രാമൻ എന്ന് പറയുന്ന ആ രാമനെ ലോകത്തിന് മുന്നിൽ എന്നും നമുക്ക് പരിചയപ്പെടുത്തണം. രാമോ വിഗ്രഹവാൻ ധർമ്മ. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട ഈ വേളയിൽ ഗാന്ധിജിയോട് ജനങ്ങൾ ചോദിച്ചു, സായിപ്പിനെ ഓടിച്ചിട്ട് ഇപ്പൊ ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത്? ഗാന്ധിജി പറഞ്ഞു, രാമരാജ്യം. ഗാന്ധിജിയെ ജനങ്ങൾ സ്വീകരിച്ചില്ല. ഒരു കൈയിൽ തുളസിമാലയും മറുകൈയിൽ ഭഗവത്ഗീതയും രാമരാജ്യവുമായിട്ട് തെരുവിലേക്കിറങ്ങിയ ഗാന്ധിജിക്ക് പിറകിൽ ഭാരതത്തിലെ ജനങ്ങൾ അണിനിരന്നുവെങ്കിൽ രാമന്റെ രാജ്യവും രാമനും എന്തെന്ന് ഭാരതത്തിന് പരിചയപ്പെടുത്തേണ്ടതില്ല. കന്യാകുമാരിയിൽ ജീവിക്കുന്നവൻ കാശ്മീരിൽ ചെന്നിട്ട് നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. ജയ് റാം പറഞ്ഞാൽ സീതാറാം എന്ന മറുപടി കിട്ടും. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തിന്റെ ആത്മാവായി വർത്തിക്കുന്ന ആ രാമനെ അറിയുവാൻ കർക്കിടകത്തെ ഉപയോഗിക്കുക. നാളെ ചിങ്ങം ഒന്നാണ്. ചിങ്ങത്തിലും രാമായണം വായിക്കാം, കന്നിയിലും വായിക്കാം, ജനുവരി മുതൽ ഡിസംബർ വരെ വായിക്കാം, 365 ദിവസവും വായിക്കാം. അടുത്ത കർക്കിടക മാസത്തെ നമുക്ക് ഒന്നുകൂടി ഉഷാറായിട്ട് തിരുവനന്തപുരം ജില്ല ആഘോഷിക്കണം. എല്ലാ ആഘോഷങ്ങൾക്കും വളരെ മുൻപന്തിയിലുള്ള ജില്ലയാണ്. താലൂക്ക് ഉപരി പഞ്ചായത്ത് ഉപരി ഈ ഒരു മഹത്തായ സംഗമത്തെ സംഘടിപ്പിച്ച അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സമിതിക്ക് നമ്മുടെ രക്ഷാധികാരി തിരക്കൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാവർക്കും ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ കാര്യകർത്താക്കൾക്കും ഇതിനെ ഏറ്റവും ഭംഗിയാക്കിയ പ്രൗഢോജ്വലമായ ഈ സദസ്സിനും സനാതന ധർമ്മപാഠശാലയുടെ പേരിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. ജയ് ശ്രീറാം.